ഒരുപക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ടും ഈ പൈശാചിക ബന്ധനമുള്ളവരെയൊക്കെ വടി കൊണ്ടടിക്കുകയും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? പിശാചിനെ പുറത്താക്കാൻ വേണ്ടി ചൂരൽ വടിയെടുക്കുക, ഭയങ്കരമായി ശരീരത്തെ അടിക്കുക. അത് ഈ കാലഘട്ടത്തിനകത്തുണ്ടായിരിക്കുന്ന പോലെ ആ കാലഘട്ടത്തിലും പൈശാചിക ബന്ധനത്തിനകത്ത് കയറിയ ഇവന്റെ അകത്തുനിന്ന് ഈ ഭൂതത്തെ ഒന്ന് പുറത്താക്കാൻ വേണ്ടി ആ നാട്ടിൽ ഇങ്ങനെ മന്ത്രവാദമൊക്കെ പഠിച്ചു വരുന്നവരൊക്കെ ഭയങ്കരമായി ഇവന്റെ ശരീരത്തെ ദണ്ണിപ്പിക്കും. സ്ഥിരമായിട്ട് ഇത് കാണുന്ന ഒരു കാഴ്ചയാ. പക്ഷെ ഇതെപ്പോഴാണ് ഇവർ വന്ന് ദണ്ണിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ പകരൊന്നും ഇവർ വരികയില്ല. ശബത്തെല്ലാം കഴിഞ്ഞ് സൂര്യനെല്ലാം അസ്തമിച്ചതിന് ശേഷം മാത്രമേ ഇവർ ഈ സിസ്റ്റമായിട്ട് ഇവന്റെ അടുക്ക വരാറുള്ളൂ. അത്രയും മനസ്സിലാകുന്നുണ്ടല്ലോ? അയ്യോ, ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ ചേർന്ന് നിങ്ങളിപ്പോൾ കല്ലറയിരിക്കുന്ന പോലെ എനിക്കങ്ങ് തോന്നുക. സ്തോത്രം. അയ്യോ, അവനോട് നമ്മളങ്ങ് കണക്റ്റഡായി. സ്തോത്രം. ഇനി നിങ്ങൾ കേൾക്കണം, ഈ കല്ലറയ്ക്കകത്ത് മാത്രം താമസിക്കുന്നത് ഇവൻ മാത്രമല്ല, ഈ ക്യാരക്ടറുള്ള ഒത്തിരി പ്രിയപ്പെട്ടവരൊക്കെ അവർ വീടുകളിൽ പോകാറില്ല, അവർ കല്ലറയെ തന്നെ താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവരെ ശരീരത്ത് നിന്ന് ഈ ഭൂതത്തെ ഒന്ന് അഴിക്കാൻ രാത്രി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പലരും വരാറുണ്ട്, ഭയങ്കരമായി വടി കൊണ്ടൊക്കെ അടിക്കാറുണ്ട്, ശരീരത്തെ ദണ്ണിപ്പിക്കാറുണ്ട്. ഇവന്റെ അകത്ത് ഭൂതം പോകാൻ പടാപ്പാട് ഇവർ ചെയ്യാറുണ്ട്. അപ്പോ യേശു എന്ന ദൈവപുത്രൻ വന്നപ്പോഴും മനസ്സ് കെട്ടപ്പെട്ട ഇവൻ ചിന്തിച്ചത് ഇവന്റെ ശരീരത്തെ ദണ്ണിപ്പിക്കാൻ, ഈ നേരത്തെയൊക്കെ ചെയ്തതുപോലെ നാട്ടുകാരൊക്കെ ചെയ്തതുപോലെ വടി കൊണ്ടടിക്കാൻ, അടിച്ച് അകത്ത ഭൂതത്തെ അഴിക്കാനായിരിക്കും യേശു വന്നതെന്നാണ് ഇവൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഇവൻ പറയുന്നത്, സമയത്തിന് മുൻപ് എന്തിനാ നാഥാ നീ വന്നേ? സത്യത്തിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമല്ല എന്റെ ശരീരത്തെ ദണ്ണിപ്പിക്കാൻ നാട്ടുകാരൊക്കെ വന്നത്. നിനക്കും അപ്പം വന്നാ പോരായിരുന്നോ? ഇപ്പൊ ഞാൻ പ്രിപ്പയർഡ് അല്ലെന്നാണ് അവൻ പറയുന്നത്. അത്രയും മനസ്സിലാകുന്നല്ലോ. അതുകൊണ്ട് സമയത്തിന് മുൻപേ നീ എന്നെ ദണ്ണിപ്പിക്കാൻ വന്നോ എന്ന് ചോദിക്കുക. അടുത്ത വാക്യം, അതൊരു ശ്രദ്ധേയമായ വാക്കാണ്. ഇതുവരെയും ഇവന്റെ ശരീരത്തിന്റെ ഭൂതത്തെ അഴിക്കാൻ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് ഇവന്റെ ശരീരത്തെ ദണ്ണിപ്പിക്കുക. പക്ഷേ ഇവന്റെ ശരീരത്തൊരു പോറല് പോലും ഏൽപ്പിക്കാതെ എന്റെ കർത്താവ് വാക്കുകൊണ്ട് ഇവനെ സൗഖ്യമാക്കുക. സ്തോത്രം. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന സകല ദൈവമക്കളോട് ഞാൻ പറയാം, മനുഷ്യന്റെ സിസ്റ്റം അല്ല ദൈവത്തിന്റെ സിസ്റ്റം, മാനുഷിക ശക്തിയുടെ സിസ്റ്റം അല്ല ദൈവത്തിന്റെ സിസ്റ്റം. ഇന്ന് രാത്രിയിൽ നീ ഇരിക്കുന്നത് ഹോളിനകത്താണെങ്കിലും വിട്ടേച്ചു വന്ന വീടുകൾക്കകത്ത് എന്റെ ദൈവത്തിന്റെ ഒരൊറ്റ വാക്ക് മതി, ഒരൊറ്റ ശബ്ദം മതി. എന്റെ യേശുവിന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്ക് നിമിത്തം ദൈവം ചില കുരി കഴിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി യോഗത്തിനകത്തുണ്ടെങ്കിൽ അവർ മാത്രം ശബ്ദമുയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലിയിട്ട് പറ, നീ എന്റെ പുരക്കകത്ത് പോലും വരണ്ടപ്പാ, അതിന് ഞാൻ യോഗ്യനല്ല. ഇവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് കൽപ്പിച്ചാൽ രക്തത്താലും വചനത്താലും ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുന്നു. നീ ആരാധിക്കുന്നവന്റെ ശക്തി ഇന്ന് രാത്രി തിരിച്ചറിയണം കേട്ടോ. നീ സേവിക്കുന്നവന്റെ കരുത്ത് ഇന്ന് രാത്രി തിരിച്ചറിയണം കേട്ടോ. ഇന്ന് രാത്രി നീ കരമടിച്ച് ആരാധിക്കുന്നവന്റെ പവർ എന്താണെന്ന് നീ തിരിച്ചറിയണോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. ഈ രാത്രി വചനവുമായി നിൽക്കുമ്പോൾ എനിക്കുറപ്പാണ്, ഈ ഇരിക്കുന്ന സകല പ്രിയപ്പെട്ടവരുടെ ചിന്തകൾ എനിക്കറിയത്തില്ല, ഞങ്ങളൊക്കെ മനുഷ്യരാ. പക്ഷേ ഈ രാത്രി നീ ആരാധിക്കുന്ന ദൈവം അങ്ങനെ അല്ലെന്ന് വിശ്വസിക്കുന്നവനായ ദൈവത്തിന് ഞാൻ സ്തോത്രം ചൊല്ലുന്നു. അവനൊരു ഭയങ്കര പവർ ഉണ്ട്, അവന്റെ വാക്കുകൾക്കൊരു ശക്തിയുണ്ട്. രക്തത്താലും വചനത്താലും ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. അതുകൊണ്ടല്ലേ അച്ഛാ വാക്ക് അങ്ങനെ തന്നെ പറയുന്നത്. ഒരു ശതാധിപൻ വന്നിട്ട് പറയാ, നാഥാ നീ എന്റെ പുരക്കകത്ത് വരണ്ട കേട്ടോ. അപ്പൊ വിഷയത്തിന് വിടുതല് വേണ്ടേ? വിടുതല് വേണോ? പക്ഷെ എന്റെ വീടിനകത്ത് നീ കയറിയില്ലെങ്കിലോ, എന്റെ വിഷയത്തെ നീ തൊട്ടില്ലെങ്കിലോ, നിന്റെ ശാരീരികമായ പ്രസൻസ് എന്റെ വീടിനകത്ത് വന്നില്ലേലോ, നിന്റെ വാക്കിനൊരു ശക്തിയുണ്ട്, നിന്റെ വാക്കിനൊരു പവർ ഉണ്ട്, നിന്റെ വാക്കിനൊരു കരുത്തുണ്ട്, നിന്റെ വാക്കിനകത്തൂടെ ഒഴുകുന്ന ഒരു അനോയിന്റിംഗ് ഉണ്ട്, നിന്റെ വാക്കിനകത്തൂടെ ചലിക്കുന്ന ഒരു ദൈവശക്തിയുടെ തീവ്രതയുണ്ട്. ഒരുപക്ഷെ നിന്റെ വിഷയം എത്ര കിലോമീറ്ററുകൾക്കപ്പുറമാണെങ്കിലും രാജ്യങ്ങൾക്കപ്പുറമാണെങ്കിലും ആത്മാവിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞു പറയണോ, എന്റെ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ചലിക്കാൻ പോവുക. മനുഷ്യൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്നവനല്ല സ്വർഗത്തിലെ ദൈവം. വിശ്വസിക്കുന്നവർ കരവും ശബ്ദം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ അച്ഛാ പല വൈദ്യന്മാരാലും സൗഖ്യമാകാത്ത ഒരുവൾ, അവൾ യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുക.
അതെന്താ? മനുഷ്യനെല്ലാം ഈ വിഷയത്തെ തൊട്ടതല്ലേ. അവള് പറഞ്ഞു, എനിക്കൊരു കാര്യം അറിയാം, സകല മനുഷ്യര് പരാജയപ്പെട്ടെടുത്ത് അവരുടെ സിസ്റ്റം പോലല്ല ദൈവത്തിന്റെ അത്ഭുതം. ഒരു പക്ഷേ സകല മനുഷ്യരും എനിക്ക് മരുന്ന് തന്ന് സൗഖ്യമാക്കാൻ നോക്കിയെങ്കിൽ എന്റെ യേശു മരുന്ന് കൊണ്ടല്ല, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിനകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ എനിക്ക് വേണ്ടി ഒരു സൗഖ്യത്തിന്റെ കരം ചലിക്കുമെന്ന് അകം തിളയ്ക്കുന്ന വിശ്വാസമുള്ള അവൾ അകത്തു വാഴുന്ന ദൈവശക്തിക്ക് അതിനകത്തൊരു പവർ ഇന്ന് രാത്രി ചലിക്കപ്പെട്ടെങ്കിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ പറ, മനുഷ്യന്റെ സിസ്റ്റം അല്ല ദൈവത്തിന്റെ സിസ്റ്റം. രക്തത്താലും വചനത്താലും ഇന്ന് രാത്രി ഞങ്ങൾ ആത്മാവിൽ ജയമെടുക്കുകയാണ്. മനുഷ്യൻ ചിന്തിക്കുന്നത് പോലല്ല ദൈവം ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, നിന്റെ വിചാരങ്ങൾ എന്റെ ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിന്റെ വിചാരങ്ങളും എന്റെ വിചാരങ്ങളും തമ്മിൽ എന്തോരം അന്തരം ഉണ്ടെന്നാ പറയുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? സ്തോത്രം. ഇവിടെ മനുഷ്യൻ വടി കൊണ്ട് അവനെ ദണ്ഡിപ്പിച്ചും അവന്റെ ശരീരത്തെ ചങ്ങല കൊണ്ടും ഒക്കെ ബന്ധിച്ചിട്ടും സൗഖ്യമാകാൻ പറ്റുന്നില്ല. പക്ഷെ യേശു കർത്താവ് ശരീരത്തിനൊരു പോറൽ പോലും വേപ്പിക്കാതെ കർത്താവ് അവിടെ നിന്നൊരു ഒറ്റ വാക്ക് പറയുക. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, തമ്പുരാന്റെ അടുക്കലേക്ക് 10 കുഷ്ഠരോഗികൾ കയറി വരിക. ഭയങ്കര സംഭവം കേട്ടോ. 10 കുഷ്ഠരോഗികൾ കയറി വരിക. ആ കാലഘട്ടത്തിൽ കുഷ്ഠരോഗം ഉള്ളവരത്തിന് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. നിങ്ങൾക്കൊരു ചരിത്രം അറിയാമോ? കുരുടൻ കണ്ടു കാണാൻ പറ്റാത്തവൻ പാത്രത്തിനകത്ത് നാണയത്തുട്ട് വീഴാൻ വേണ്ടി വല്ലതും തരണേ എന്ന് പറഞ്ഞ് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുമ്പോ അവന്റെ പാത്രത്തിനകത്തൊരു നാണയത്തുട്ട് വീണെന്നിരിക്കുക. കണ്ടു കാണാൻ പറ്റുകയില്ല, നാണയത്തുട്ട് വീണു. പെട്ടെന്ന് ഈ നാണയത്തുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ താല്പര്യത്തോടെ, കണ്ണ് കാണാൻ പറ്റിയില്ല, അവനിങ്ങനെ കൈ അങ്ങോട്ട് നീട്ടുമ്പോ അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ കണ്ണ് കാണാൻ പറ്റുന്നവൻ പറയാണെന്ന് ചിന്തിക്കുക, ആമേ അയ്യോ ആ പൈസ എടുക്കല്ലേ, അതൊരു കുഷ്ഠരോഗി ഇട്ട പൈസയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് എടുക്കുകയില്ല. അവന്റെ കയ്യിലിരിക്കുന്ന പാത്രം ഉൾപ്പെടെ അവൻ കുടഞ്ഞു കളയും. എന്ന് വെച്ചാൽ കുഷ്ഠരോഗം അത്ര മൃഗീയമായ രോഗമാ. മനുഷ്യനെല്ലാം വെറുക്കുന്ന ഒരു രോഗമാ കുഷ്ഠരോഗം. സ്വാഭാവികമായും കുഷ്ഠരോഗം ബാധിച്ച ഒരുത്തൻ ഒരു വീട്ടിനകത്തുണ്ടെങ്കിൽ അവനെ വീട്ടിൽ താമസിപ്പിക്കുകയല്ല, വീടിനോട് ചേർന്നൊരു ചായ്പറക്കും. എന്നിട്ട് അതിനകത്ത് അവനെ എന്ത് ചെയ്യുന്നേ? താമസിപ്പിക്കുന്നത്. ഇനി കുഷ്ഠരോഗത്തെ മൂർച്ഛിച്ചാൽ ആ കാലഘട്ടത്തിൽ ഈ പുരോഹിതന്മാരൊക്കെ ഈ ശരീരം ഇങ്ങനെ സെർച്ച് ചെയ്യാൻ, ശരീരം നമ്മളൊരു നാടഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ചെയ്യുക എന്ന് വെച്ചാൽ രോഗിയെ ഡോക്ടർ എക്സാം ചെയ്യുന്നത് പോലെ പുരോഹിതന്മാർ ഇവന്റെ ശരീരം എക്സാം ചെയ്യും. അപ്പോൾ കുഷ്ഠരോഗം മൂർച്ഛിച്ചെന്ന് കണ്ട പിന്നെ ചായ്പിലും താമസിപ്പിക്കുകയല്ല. ആ കാലഘട്ടത്തിൽ പാളയങ്ങളുണ്ട്, ഇവർക്ക് പാളയത്തിലോട്ട് മാറ്റി താമസിപ്പിക്കും. അവിടെ ആരാ ഉള്ളേ? അവിടെ മൊത്തവും കുഷ്ഠരോഗിയിട. അങ്ങാണ് ഇവൻ സൗഖ്യമായാൽ മാത്രമേ പിന്നെ ഈ പാളയത്തിന്റെ പുറത്ത് ഇവന് ചാടാൻ പറ്റുള്ളൂ, രക്ഷപ്പെടാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു സംഭവം നടക്കാറില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങാണ് കുഷ്ഠരോഗം മാറി തുടങ്ങിയാലും മൊത്തം കിടക്കുന്ന കുഷ്ഠരോഗികളുടെ ഇടയിലല്ലേ, സ്വാഭാവികമായി ഇവന്റെ രോഗം മാറത്തില്ല. പിന്നെ അവന്റെ ജീവിതത്തിന്റെ അവസാനം ആ പാളയത്തിനകത്താ. എന്തോ 10 കുഷ്ഠരോഗികൾ, എൻ്റെ ഒരു നാടൻ ഭാഷയെ ഞാനങ്ങ് പറയാ, കമ്മച്ചി ഒന്ന് കൂടി ആ പാളയത്തിനകത്ത്. അവര് പറഞ്ഞു, അച്ഛാ എന്തായാലും ഇതിനകത്ത് കിടന്നാലും ചാവും, പുറത്തിറങ്ങിയ നാട്ടുകാരെ കല്ലെറിഞ്ഞു കൊല്ലുകയും ചെയ്യും. എന്നാ പിന്നെ അവസാനത്തെ ഒരു പരിപാടി ഒപ്പിക്കാം. ഒരു വാർത്ത കേൾക്കുന്നു, നല്ലൊരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, അവൻ തൊടുന്നതൊക്കെ സൗഖ്യമാ, അവൻ എവിടാന്നൊന്നും അറിയത്തില്ല, നമുക്ക് ഇതിന്റെ പാതിലങ്ങ് ചാടാം. ഒരു സ്വോത്രം പറഞ്ഞേ. അയ്യോ സ്വോത്രം. ഇപ്പം കർത്താവിന്റെ ദാസന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സുഗതം പാസ് അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് നടക്കും, ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കുന്നത്. ഞങ്ങൾ ഈ ട്രിവാൻഡ്രം പട്ടണത്തിലൂടെ മിക്കവാറും യാത്ര ചെയ്യുന്നതാ. ഇവിടെ ആരാ പാസ് അടുത്ത ആഴ്ചയെന്ന് വിളിച്ചു ചോദിക്കേണ്ട കാര്യമില്ല, ചുമ്മാ ഇതിലൂടെ പാസ് ചെയ്താൽ മതി. അടുത്ത ആഴ്ച ആരാ നമുക്ക് അപ്ഡേഷൻ ആണ്. കാരണം അമ്മാതിരി പബ്ലിസിറ്റിയാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ മീറ്റിങ്ങിനത് ഞങ്ങൾ വർഷത്തിലൊന്നും മാത്രമേ പബ്ലിസിറ്റി ആണ്. ഞങ്ങൾക്ക് 21 ഡേയ്സ് മീറ്റിംഗ് ആണ് പ്രധാനപ്പെട്ട മീറ്റിംഗ്. എല്ലാ വർഷത്തിനും 21 ഡേയ്സാ ഞങ്ങളുടെ വാർഷിക മീറ്റിംഗ്. അത് എല്ലാ ഏപ്രിലാണ്. അതിന് മാത്രമേ ഞങ്ങൾ പബ്ലിസിറ്റി ചെയ്യാറുള്ളൂ. പക്ഷെ എല്ലാ ആഴ്ചകളിലും എല്ലാ മാസങ്ങളിലും നടക്കുന്ന ഈ മീറ്റിങ്ങിനകത്ത് പബ്ലിസിറ്റി സ്വാഭാവികമായി ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്, റൈറ്റ്? പക്ഷെ എന്റെ ചോദ്യം, അഭിമന്യു പാസ് ഇന്നിവിടെ പ്രസംഗിക്കുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഈ റോഡിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫ്ലെക്സ് നോക്കിയാൽ മതി, ആരാണ് അടുത്ത ആഴ്ച. എന്റെ ചോദ്യം, യേശു എവിടാന്ന് എങ്ങനെ അറിയും? നോട്ടീസ് ഉണ്ടോ? ഫ്ലെക്സ് ഉണ്ടോ? സോഷ്യൽ മീഡിയ ഉണ്ടോ? യേശുവിന് ഫേസ്ബുക്ക് ഉണ്ടോ? അറിയാൻ പാടില്ല. എന്തായാലും ഇമാര് വിശ്വസിച്ച് ചാടി. ഒരു സ്വോത്രം പറഞ്ഞേ. കർത്താവ് എവിടാന്നൊന്നും അറിയത്തില്ല, അങ്ങ് ചാടി. സ്തോത്രം. എനിക്ക് അടുത്ത വാക്യം ബൈബിളിൽ ഭയങ്കര ഇഷ്ടമാണ്. ഇവമാര് ചാടിയപ്പോ
യേശു അവരെ എതിരേറ്റെന്ന മലയാള ബൈബിളിൽ അടുത്ത് കിടക്കുന്നത്. സ്തോത്രം. എന്ന് വെച്ചാൽ വിശ്വസിച്ച് പുറത്തിറങ്ങിയവൻ എങ്ങും തപ്പിപ്പോകേണ്ട ഗതികേട് ദൈവം വരുത്തിയില്ല. അവനെ രക്തം ശയ്യം, രക്തം ശയ്യം, രക്തം ശയ്യം, രക്തം ശയ്യം, രക്തം ശയ്യം, രക്തം ശയ്യം. നിന്റെ വിശ്വാസം ഭയങ്കരമാണെങ്കിൽ, നിന്റെ വിശ്വാസത്തിന്റെ ആഴം ഭയങ്കരമാണെങ്കിൽ, നീ എവിടെങ്കിലും ദൈവത്തെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. നിന്നെ തേടി വരുന്ന നിന്റെ കൊച്ചു വീടിനകത്ത്, നിന്റെ കൊച്ചു കൂരയ്ക്കകത്ത്, കീറിയ പ്രാർത്ഥനയുടെ ഉൾമുറിക്കകത്ത് നീ മുട്ടുകുത്തി സ്വോത്രം പറഞ്ഞാൽ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ നിന്നെ തേടി വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചോ കരമുയർത്തിയോ ഒക്കെ ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ. കർത്താവ് തേടി വന്നു. തേടി വന്നിട്ട് അടുത്ത വാക്ക് കുറേയും കൂടെ രസകരമാകട്ടെ. നമ്മൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കണം. അടുത്ത വാക്ക് എന്നറിയാമോ? ഇവര് വന്നിട്ട് കർത്താവേ ഞങ്ങൾക്ക് കുഷ്ഠരോഗം എന്ന് പറഞ്ഞില്ല. ഇതിന് ഏറ്റവും മനോഹരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനേക്കാൾ മുമ്പ് ഏതെങ്കിലും ഒരു യഹൂദൻ ഇവനെ കണ്ട തീർന്ന പരിപാടി. അപ്പളെ കല്ലെറിയും, നാട്ടുകാരെല്ലാം വിളിക്കും, ഇവനെ കല്ലെറിയും, നശിപ്പിക്കും. പക്ഷെ ഒരു യഹൂദൻ ഇവനെ കാണുന്നതിനേക്കാൾ മുമ്പ്, കല്ലുകൾ എടുക്കുന്ന ഒരു മനുഷ്യൻ ഇവനെ കാണുന്നതിനേക്കാൾ മുമ്പ് എന്റെ കർത്താവ് ഈ കുഷ്ഠരോഗികളെ കണ്ടു. സ്തോത്രം. അടുത്തത് കർത്താവേ, കർത്താവ് ചെന്ന കുഷ്ഠരോഗ, കർത്താവേ കുഷ്ഠരോഗം ഭയങ്കര പ്രശ്നമാ, അതുകൊണ്ട് ഒരു സൗഖ്യം വേണം എന്ന് ഇവര് പറഞ്ഞോ? പറഞ്ഞെന്നോ ഇല്ലെന്നോ? എന്തെങ്കിലും ഒന്ന് പറ. ഒന്നുകിൽ പറഞ്ഞു അല്ലെങ്കിൽ ഇല്ല. സ്തോത്രം. പറഞ്ഞില്ല. പിന്നെ അവർ ഒറ്റ കാര്യം ചെയ്തു. യേശുവേ നായക. ഒരൊറ്റ വിളിയ, യേശുവേ നായക. വിളി കേട്ടപ്പോ കർത്താവ് പറയാ, ഒന്നും പറയണ്ട, യേശുവേ നായക എന്ന് വിളിച്ചല്ലോ. എന്ന് വെച്ചാൽ അതിന്റെ തനതായ ഭാഷ, യേശുവേ ഞങ്ങളുടെ നായകൻ ലോക മനുഷ്യനല്ല, ഞങ്ങളുടെ നായകൻ നീയാണ്. യേശു പറഞ്ഞ അത്രയും മതി, അത്രയും വിളിച്ചല്ലോ. പോയി പുരോഹിതനെ കാണിച്ചു, സൗഖ്യമായിട്ടുണ്ട്. സ്തോത്രം. ഒരൊറ്റ വാക്ക അവന്റെ ജീവിതത്തിൽ സൗഖ്യം വരുത്തിയത്. ഇന്ന് രാത്രി ഞാൻ ആ പദം ആവർത്തിച്ചു പറയാം. യേശുവിനെ നിന്നെ തൊടണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ദൈവം തൊടും. പക്ഷേ അതിന്റെ ആവശ്യമൊന്നും വരത്തില്ല. ഒരൊറ്റ വാക്ക് മതിയെന്ന്, ഒരൊറ്റ ശബ്ദം മതിയെന്ന്, ഒരൊറ്റ ദൂത് മതിയെന്ന്, ഒരൊറ്റ പ്രവചനം മതിയെന്ന്, ചിലപ്പോൾ ഒരൊറ്റ യോഗം മതിയെന്ന് നിന്റെ ജീവിതത്തെ തിരിക്കാൻ ദൈവത്തിന് 1000 രാത്രികൾ വേണ്ട. ഒരൊറ്റ രാത്രി മതിയെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരം ശക്തിയോടെ ഉയർത്തി ഹല്ലേലൂയ. കർത്താവ് ഇവനെ വാക്കുകൊണ്ട് സൗഖ്യമാക്കുക. ബ്യൂട്ടിഫുൾ സൗഖ്യമാണ്. യേശു ഇവന്റെ വാക്കുകൊണ്ട് സൗഖ്യമാക്കുക. ഇനി അടുത്ത വാക്യം വായിച്ചേ. ഇതെല്ലാം നമ്മൾ ആമുഖമാണേ, അതിന്റെ പശ്ചാത്തലമാണേ പറയുന്നേ. ഓക്കെ. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകാ എന്ന് യേശു കൽപ്പിച്ചിരുന്നു. യേശു കൽപ്പിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഓൾറെഡി കമാൻഡ് പുറപ്പെട്ടിട്ടുണ്ട്. ഓൾറെഡി കൽപ്പന എന്ത് ചെയ്തിട്ടുണ്ട്? പുറപ്പെട്ടിട്ടുണ്ട്. യേശു ഓൾറെഡി ഈ വിഷയത്തെ നോക്കി കൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത വാക്യം, നിന്റെ പേരെന്ത് എന്ന് അവനോട് ചോദിച്ചതിന് എന്റെ പേര് ലെഗ്യോൻ, ഞങ്ങൾ പലരാകുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരിപ്പാൻ ഏറിയോന്ന് അപേക്ഷിച്ചു. അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം. ആ വാക്കൊക്കെ എടുക്കണമെന്നുണ്ട്, പന്നിക്കൂട്ടം എന്നുള്ള വാക്കൊക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നത് നമുക്കതൊരു ബൈബിൾ സ്റ്റഡി ആയിട്ട് പോകും. അങ്ങനല്ല നമ്മുടെ ഉദ്ദേശം. ഇന്ന് രാത്രിയിലെ മീറ്റിംഗിൽ ഈ വന്നിരിക്കുന്നവരോട് ദൈവം സംസാരിക്കണം. വ്യക്തിപരമായ ദൈവശബ്ദം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കൈമാറ്റം ചെയ്യണം, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഈ പന്നികൾ എന്നൊക്കെ ഉള്ളത് ഒരു ബൈബിൾ സ്റ്റഡിയാണ്. പന്നികളിലേക്കാണോ ഇവന്റെ ഭൂതം പോയെന്നൊക്കെ നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. പന്നികളിലേക്കാണോ ഇവന്റെ ഭൂതം പോയേ? ആണെന്നോ അല്ലെന്നോ? അല്ല, ആണെന്ന് മലയാള ഭാഷയ്ക്ക് എടുക്കുന്നത് അത് ഇച്ചിരി റോങ് ആണ്. അത് എടുത്തു പറയണമെങ്കിൽ ഇച്ചിരി സമയം പോവും. പന്നികളിലേക്കല്ല ഇവന്റെ ഭൂതം പോയത്. അത് മലയാള ഭാഷയ്ക്കകത്ത് വന്ന ഒരു കോഡ് ഭാഷ, അങ്ങനെ വേണമെങ്കിൽ തക്കാലം വിളിച്ചാൽ മതി. കോഡ് ഭാഷ. ആ കാലഘട്ടത്തിൽ അത് മനസ്സിലാക്കാൻ. അപ്പൊ ഇനി ആരാന്ന് ഞാൻ പറയേണ്ടി വരും. അത് ആരാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പിന്നെ അത് തെളിയിക്കാൻ നിൽക്കണം. അപ്പൊ നമ്മുടെ ദൂതങ്ങ് പോകും. അതുകൊണ്ട് തക്കാലം ഇപ്പൊ അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നമുക്ക്. എന്തായാലും ഇവന്റെ അകത്തിരിക്കുന്ന ഭൂതം പോയി, അത്രയും ചിന്തിച്ചാൽ മതി. അത് പോയി. അടുത്ത പദം, അടുത്തത്. ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടന്തൂക്കത്തൂടെ കടലിലേക്ക് പാഞ്ഞു. വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. പന്നികളെ മേയ്ക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു. സംഭവിച്ചത് കാണാൻ പലരും പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്നു. സൗഖ്യം ആർക്കാ കിട്ടിയേ? വിടുതൽ ആരാ പ്രാപിച്ചേ? ഒരു ഭൂതഗ്രസ്തൻ. പക്ഷെ വിടുതല കിട്ടിയവന്റെ അടുക്കലല്ല ഇപ്പൊ നാട്ടുകാര്.
വിടുതൽ കൊടുത്തവന്റെ അടുക്കല. സ്തോത്രം. അച്ഛാ, സാക്ഷ്യം അവനാണ് പറയാനുള്ളത്. പക്ഷെ അവന്റെ അടുക്കലല്ല. ഇപ്പം അവനല്ല ഇവിടുത്തെ ഹീറോ, അവനെ വിടുവിച്ച നാഥനാണ് ഇവിടുത്തെ ഹീറോ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ ഒരൊറ്റ അത്ഭുതം നടന്നാലുണ്ടല്ലോ, നിന്റെ അകത്ത് വെളിപ്പെട്ടു വന്ന യേശുവിനെ കാണാൻ പലരും വരും. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നീ ഒറ്റയ്ക്കാണോ വിശ്വാസത്തിനകത്ത് നിലനിൽക്കുന്നത്? നീ ഒറ്റയ്ക്കാണോ സ്വോത്രം പറയുന്നത്? നീ ഒറ്റയ്ക്കാണോ കൈയടിക്കുന്നത്? നീ ഒറ്റയ്ക്കാണോ പെടാപ്പാട് പെട്ടി മീറ്റിങ്ങിനകത്ത് വരുന്നത്? ആരോ പറയുന്നു, പാസ്റ്റർ എന്റെ ഭർത്താവ് വന്നിട്ടില്ല, എന്റെ ഭാര്യ വന്നിട്ടില്ല, എന്റെ പിള്ളാര് വിശ്വാസത്തിനകത്ത് വന്നിട്ടില്ല. ഈ രാത്രി യോഗത്തിനകത്ത് ഇരിക്കുമ്പോൾ ഒരൊറ്റ കാര്യം പ്രാർത്ഥിക്ക്, എന്റെ ജീവിതത്തിനകത്തൊരു വിടുതലൊന്ന് വെളിപ്പെട്ടു വന്നാൽ എന്നെ വിടുവിച്ച യേശുവിനെ കാണാൻ നിന്റെ കൂട്ടത്തിൽ നിന്ന് പലരും വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കാരണം ശക്തിയോടെ ചേർത്തടിച്ച ആത്മാവിന്റെ ബലത്തോടെ ശാബല ഹത്തക രംദല ഹത്തക രംദല ഹംദല വൈഷവ ദേവന ഹംദല വേദ രക്തം ജയം 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 യേശുവ രക്തം രക്തം ജയം യേശുവ രക്തം രക്തം ജയം യേശുവ രക്തം രക്തം ജയം യേശുവ രക്തം രക്തം ജയം. ഈ സെക്കൻഡുകളുടെ ആരാധന കഴിയുമ്പോഴത്തേക്കോ നിന്റെ അകത്ത് കയറിയ യേശുവിനെ കാണാൻ പലരും വരട്ടെ. നിന്റെ അകത്ത് കയറിയ കർത്താവിനെ കാണാൻ പലരും വരട്ടെ. നീ അറിഞ്ഞ യേശുവിനെ കാണാൻ പലരും ഇന്ന് രാത്രി വരുമെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഹല്ലേലൂയ. ഓ ശാബല ഹംദല ഹസ്തക രംദേ. നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം. ഇവന് സൗഖ്യമായി. ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇനി വളരെ പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ വരണം. ചില കാര്യങ്ങൾ ഞാൻ ശാന്തമായിട്ട് പറയും, ചില കാര്യങ്ങൾ ദൈവിക ഇടപെടലുകൾ മാറ്റും. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ മീറ്റിംഗ് തീരുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ വിഷയത്തെ ദൈവം തൊടും. സ്തോത്രം. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം ഞാൻ എങ്ങും പ്രസംഗിക്കാത്തൊരു ഭാഗമാണ്. അപ്പൊ ഈ സഭയുള്ള ബന്ധത്തിൽ ഇത് പ്രാരംഭത്തിൽ ദൈവം എനിക്ക് പ്രസംഗിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് വലിയൊരു കൂട്ടമാണ്, ഈ പ്രസംഗിച്ച് തെളിഞ്ഞത് പ്രസംഗിക്കാൻ കുറേ കൂടെ എളുപ്പമാണ്. ഏതെങ്കിലും വിഷയം അങ്ങ് പറയട്ടെ, പ്രസംഗിച്ച് തെളിഞ്ഞത് കർത്താവ് പറഞ്ഞു വേണ്ട, ഇത് പറഞ്ഞാൽ മതി, ദൂത് ഞാൻ നാവി തരാം. സ്തോത്രം. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് പറയാനുള്ളതേ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സന്തോഷമായി പാസ്റ്റേ. അങ്ങനെയാണെങ്കിൽ ഇന്നെങ്കിലും ഇച്ചിരി നേരത്തെ വീട് പറ്റാലോ. പക്ഷേ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ 15 മിനിറ്റിന്റെ പ്രിപ്പറേഷനകത്ത് കയറിയാൽ ഈ ഇരിക്കുന്നവരുള്ള ദൈവശബ്ദമാക്കി കർത്താവ് അത് തിരിക്കുമ്പോൾ ഈ മാനുഷിക ബുദ്ധിയിൽ ഇല്ലാത്തതാണല്ലോ ദൈവം പറയുന്നേ. അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഈ ദൂതിനെ ദൈവം വ്യാഖ്യാനിക്കും. ആമൻ. വന്നവരുള്ള ദൈവത്തിന്റെ ഇടപെടലുകളാക്കി സ്വർഗം അത് മാറ്റും. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തോട് പറ, ലൈവായിട്ട് ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിന് ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണേ, ഈ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് അവർ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി എന്ന് പറയുന്ന വാക്കോടുകൂടിയാ. ഗദരദേശം എന്നുള്ള വിഷയം ഞാൻ എടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ യാത്രയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഈ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, 4-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഭയങ്കര രൂക്ഷതയുടെ അന്തരീക്ഷം വെളിപ്പെട്ടു വന്ന ഒരധ്യായമാണ് 4-ാമത്തെ അധ്യായം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 4-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു യാത്രയിലാണ് ഇവർ. ഈ യാത്രക്കകത്ത് കാറ്റും കോളും ഒക്കെ ഉണ്ടായി. 4-ന്റെ 35-ാമത്തെ അന്ന് സന്ധ്യ ആയപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്തത്, അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റ് ചെറുപടകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കേറുക കൊണ്ട് അത് മുങ്ങുമാറമായി. അവൻ അമരത്ത് തലയണ വെച്ച് ആർക്കു പറ്റും? ഒരു സ്വതന്ത്രം പറഞ്ഞേ. ഭയങ്കര കാറ്റും കോളും. യേശു സൂപ്പർ ഉറക്കുക. ഈ ഭയങ്കര ശബ്ദകോലാഹലം ഉണ്ടാക്കുന്ന പെന്തക്കോസ് മീറ്റിങ്ങിനൊക്കെ തിരുന്ന ആൾക്കാർ ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു കൃപയാ. അതല്ല ഞാൻ ഈ പറയുന്നേ. ഈ പടകിനകത്ത് ചില സമയത്ത്, ഇപ്പോഴാണ് നമ്മൾ ഈ വണ്ടിയൊക്കെ എടുത്തത്, കാറൊക്കെ ഇപ്പോഴാണ് എടുത്തത്. പണ്ട് ബസ്സിനകത്താണ് മീറ്റിങ്ങിന് പോകുന്നത്. അപ്പൊ ഈ ചില സമയത്ത് ട്രിവാൻഡ്രത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കൊട്ടാരക്കരയ്ക്ക് ബസ് പിടിക്കും, KSRTC പിടിക്കുമ്പോൾ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഈ ട്രിവാൻഡ്രം ബസ്സിനകത്തൊക്കെ കയറുമ്പോൾ. അപ്പൊ നമ്മൾ ഈ നിന്നൊക്കെയാണ് പോകുന്നത്. ചില സമയത്തൊക്കെ നോക്കുമ്പോൾ ചില സഹോദരങ്ങളൊക്കെ ഈ നിന്ന് കമ്പി തൂങ്ങി നിന്ന് ഉറങ്ങുന്ന കാണാം. അതൊക്കെ ഒരു കൃപയല്ലേ? ഒരു സഹോദരൻ പറഞ്ഞേ, ഇവിടെ ഇരുന്നോ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അപ്പൊ നിന്നൊക്കെ ഉറങ്ങാന്ന് പറഞ്ഞാൽ എന്നെ കൃപയല്ലേ? സ്തോത്രം. ആട്ടെ, എന്തു ആകട്ടെ, യേശു അമരത്ത് തലയണ വെച്ച് കിടന്നുറങ്ങുക. പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഒരു അതീശ, പക്ഷെ യേശു സ്വസ്ഥമായിട്ട് ഉറങ്ങുക. ആമേൻ. എന്റെ ചോദ്യം എന്തുകൊണ്ടാച്ചാ, ഈ പടകിന് നേരെ ഇപ്പൊ ഒരു കാറ്റും കോളും ഉണ്ടായത് അതറിയണമെങ്കിൽ വേദപുസ്തകത്തിൽ യാത്രകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കാൻ നിൽക്കണം. അതിപ്പോ നമുക്ക് സംസാരിക്കാൻ എടുക്കാൻ സമയം എടുക്കുകയില്ല. ഇപ്പൊ ഈ യാത്രക്കകത്തുണ്ടായ തടസ്സത്തെ കുറിച്ച് ഞാൻ പറയാം. ഈ യാത്ര പൂർത്തീകരിക്കപ്പെടുന്നത് ഗദരദേശത്തിലാണ്. അവിടെ ഇവരെത്തിയാൽ ഒരു സൗഖ്യമുണ്ട്. നാട്ടുകാര് ശ്രമിച്ചിട്ടും അടങ്ങാത്തൊരു വിഷയം അടങ്ങും. അത് പൈശാചിക ശക്തികൾക്ക് അറിയുകയും ചെയ്യാം. അതെങ്ങനെ അറിയാം? യേശു ഒരു സ്ഥലത്ത് ചെന്നാൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ട്. അത് പിശാചിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം.
അതുകൊണ്ടല്ലേ കർത്താവ് ക്രൂശ് എടുക്കാമെന്ന് പറഞ്ഞപ്പോ ഷീമോന്റെ അകത്ത് ഭൂതം കയറിയിട്ട് പറയാ, കർത്താവേ നിനക്ക് അങ്ങനെ ഫലിക്കല്ലേ എന്ന് വെച്ചാൽ പിശാച് അവനിലൂടെ ഇടപെടുക. നീ ക്രൂശ് എടുക്കണ്ട, നീ ക്രൂശ് എടുത്താൽ ഒരു ഉയർപ്പുണ്ടാകും. ആമേൻ. മനുഷ്യൻ ക്രൂശ് എടുക്കുന്നത് പോലെ നീ ക്രൂശ് എടുത്താൽ അവസാനിക്കുകയില്ല. നീ ക്രൂശ് എടുത്താൽ അത് മൂന്നാമത്തെ പക്കം ഒരു ഉയർപ്പാകുമെന്ന് സകല സാത്താന്യ ശക്തികൾക്കും അറിയാം. എന്ന് വെച്ചാൽ യേശു ഒരു വിഷയത്തെ കൈതൊട്ടാൽ അതൊരു ദൈവപ്രവൃത്തിയായി മാറും. യേശു ഒരു വിഷയത്തെ സന്ദർശിച്ചാൽ അതൊരു അത്ഭുതമായി മാറും. യേശു നിന്റെ വീടിനകത്ത് വന്നാൽ, യേശു നിന്റെ കൊച്ചിന്റെ ജീവിതത്തിനകത്ത് വന്നാൽ അതിത് കാണാത്തൊരു ദൈവപ്രവൃത്തിയായി മാറും. അത് നന്നായിട്ട് പിശാചിനറിയാം. അതെ, ഞാൻ സാധാരണ ഞങ്ങളുടെ ചർച്ചിനകത്തൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, മീറ്റിങ്ങിന് വന്ന ഒരു വിടുതല സ്തോത്രം. അത് ആർക്കറിയാം? ഭർത്താവിനറിയാം, പിശാചിനറിയാം, ഉറപ്പായിട്ടും അറിയാം. അതുകൊണ്ട് അവന്റെ ആദ്യത്തെ തന്നെ നമ്മൾ മീറ്റിങ്ങിന് എന്ത് ചെയ്യല. പിന്നെ ഇപ്പൊ ഓൺലൈനൊക്കെ ഉണ്ടല്ലോ, പിശാച് പറയും അവരെന്തിനാ ലൈവ് ചെയ്യുന്നേ. അച്ഛനൊരു കാര്യം ചെയ്യും, വീട്ടിൽ ഇരുന്ന് ലൈവ് എന്ത് ചെയ്യാം. ലൈവ് കണ്ട ദൈവപ്രവൃത്തി ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവിടെ വന്നനുഭവിക്കുന്ന അത്രയും ഒരു സാന്നിധ്യം അതിനകത്ത് കിട്ടും. എനിക്കറിയാൻ പാടില്ല, അതൊക്കെ ഓരോരുത്തരുടെ ചിന്താഗതിക്ക് വേണ്ടി ഞാൻ വിടുക. റൈറ്റ്. അപ്പം നമ്മൾ ഈ മീറ്റിങ്ങിന് കൊണ്ടുവരരുത്. പിശാചിനറിയാൻ വന്നാലൊരു വിടുതല. ഇൻകേസ് ഇനി വന്നാലും ശ്രദ്ധിക്കരുത്. അതാ പിശാചിന്റെ രണ്ടാമത്തെ പദ്ധതി. നീ ഇങ്ങനെ പുട്ടിയൊക്കെ അടിച്ച് ഒരുങ്ങി ഇറങ്ങിയ ഒരു കുഞ്ഞാടിനെ പോലെ വന്നിരുന്നോ, പക്ഷെ അഭിമന്യു പാസ്റ്റർ പ്രസംഗിക്കുന്ന ഒന്നും പിടികിട്ടരുത്. അപ്പൊ ഇങ്ങനെ വീട്ടിൽ പോകണം, ഗ്യാസൊക്കെ തീർന്നു വരികയാണ്, ഇനിയിപ്പോ ഗ്യാസ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാ പാസ്റ്ററെ, ഇതിങ്ങനെ ചിന്തിച്ചും കൂട്ടി മോദിയോടൊക്കെ ദൈവം ഇടപെടുവോ, മോദി ഗ്യാസ് ഇറക്കുവോ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു വരുമ്പോ 8:30 പിശാചിന് സന്തോഷമായി. കാരണം മീറ്റിംഗ് വരല്ലെന്നായിരുന്നു അവന്റെ ആഗ്രഹം. നീ വന്നു, പക്ഷെ വന്നിട്ട് ഒന്നും എന്ത് ചെയ്തില്ല. അപ്പൊ വന്നിരുന്നാൽ ഒരു ദൈവപ്രവൃത്തിയാണ്, ശ്രദ്ധിച്ചാൽ ഒരു ദൈവപ്രവൃത്തിയാ. ഇത് ആർക്ക് നന്നായിട്ട് അറിയാം? പിശാചിന് അറിയാം. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? അതെ. യേശു അക്കരെ എത്തിയാൽ, ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ അടിവരയിട്ട് പറയാം, യേശു അക്കരെ എത്തിയാൽ ഒരു ദൈവപ്രവൃത്തിയാ. അത് പിശാചിനറിയാം. അതുകൊണ്ട് അവന്റെ അവസാനത്തെ തന്ത്രം അവൻ ചെയ്യുക, ഈ പടകിനെ മുക്കാൻ വേണ്ടി കാറ്റും കോളും എല്ലാം അടിച്ചിറക്കുക. യേശു സ്വസ്ഥന. കാര്യം യേശുവിന്റെ മേൽ വാഴുന്ന ശുശ്രൂഷ പൂർത്തീകരിക്കാതെ ഒരു ഹെരോദ മണ്ഡലം അവന്റെ മേൽ കൈവെക്കാൻ സമ്മതിക്കാൻ പിതാവായ ദൈവം സമ്മതിക്കത്തില്ലെങ്കിൽ, ഇന്ന് രാത്രി വാഗ്ദത്തമുള്ള ദൈവത്തിന്റെ കുഞ്ഞിനെ നോക്കി ഞാൻ ആത്മാവിൽ പറയാം, നിന്റെ മേൽ പ്രോമിസ് കിടക്കുന്നെങ്കിൽ ഒരു ശക്തിക്കും നിന്നെ തൊടാൻ കഴിയത്തില്ല. നിന്റെ അകത്ത് വാഗ്ദത്തം കിടക്കുന്നെങ്കിൽ ഒരു പൈശാചിക മണ്ഡലത്തിനും നിന്നെ തൊടാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യാത്രയിലായിരുന്നു. നാട്ടിലേക്ക് എനിക്ക് വന്നേ പറ്റുള്ളൂ. വരണം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓൾറെഡി ഞാൻ ടിക്കറ്റ് ഒക്കെ എടുത്തതാണ്. നേരത്തെ ഇവിടുന്ന് പോകുന്നതിനേക്കാൾ മുമ്പ് റിട്ടേൺ ടിക്കറ്റ് ഞാൻ എടുത്തതാ. അപ്പൊ നാട്ടിൽ എനിക്ക് അത്യാവശ്യം വന്നേ പറ്റുള്ളൂ. ഞാൻ എടുത്ത ഡേറ്റിൽ തന്നെ എനിക്ക് വരണം എന്ന് പറയാൻ കാരണം, അടുത്ത ആഴ്ച ഞങ്ങളുടെ ചർച്ചിന്റെ ഫാസ്റ്റിംഗ് പ്രയർ ആരംഭിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങളുടെ വാർഷിക ഫാസ്റ്റിംഗാ. അപ്പൊ ആ സമയത്ത് ലോകത്ത് എവിടെ ആണെങ്കിലും ഞാൻ നാട്ടിൽ ഉണ്ടായിരിക്കും. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എനിക്ക് ചെയ്യണം, കാര്യങ്ങളൊക്കെ ഒത്തിരി എനിക്ക് നാട്ടിൽ വന്നേ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ യുദ്ധം ഉണ്ടായത്. അപ്പൊ എന്നെ കൊണ്ടുപോയ പ്രിയപ്പെട്ടവർ പറഞ്ഞ പാസ്റ്ററെ പെട്ടുപോയി, പാസ്റ്റർ ഈ രാജ്യത്തിനകത്തായി പോകുന്നു തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ല, എന്റെ ഫ്ലൈറ്റിന്റെ സമയമാകുമ്പോൾ തുറന്നിരിക്കും. അപ്പൊ തടസ്സം ഒരു വിഷയമല്ല. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, എന്റെ പപ്പയും മമ്മിയൊക്കെ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, എടാ എന്തുവായി ബോട്ടെങ്കിലും ബുക്ക് ചെയ്യടാ. ഞാൻ പറഞ്ഞു, ചുമ്മാ തമാശ പറയാതെ, ബോട്ട് എങ്ങനെ ബുക്ക് ചെയ്യുന്നു, എന്തുവായി ഫ്ലൈറ്റ് ഓപ്പൺ ആവോ? എനിക്ക് ഒരു അസമാധാനവും ഇല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഉറപ്പാണ് ഞാൻ ഇവിടെ വരുന്നത് ദൈവഹിതമാണ്. അതിന് തടസ്സമായി ഇനി എന്തെല്ലാം ശക്തി വന്നാലും ദൈവം എന്റെ യാത്രയെ തുറന്നിരിക്കും. ഒരു ഹല്ലേലൂയ പറയാമോ? ഇനി ഏറ്റവും സന്തോഷമായ കാര്യം എന്നറിയാമോ? ഞാൻ ഇവിടെ വന്നു, പിറ്റേ ദിവസം വാർത്ത കേൾക്കുന്നു, ദുബായിൽ എയർപോർട്ടിനകത്ത് ബോംബിട്ടു, എല്ലാം ക്ലോസ് ചെയ്തു. അപ്പൊ അവർ ഒറ്റ ദിവസത്തേക്ക് ദൈവം തുറന്നതല്ലയോ? ആ ഒരൊറ്റ ദിവസത്തേക്ക് ദൈവം ഇന്ന് രാത്രി നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ഇനി എന്ത് കാറ്റുണ്ടായാലും, ഇനി എന്ത് കോളുണ്ടായാലും അതിന് മറുഭാഗം ഇന്ന് രാത്രി ഞാൻ പറയാം. പുറത്തേക്കൊക്കെ പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരോ പറയുന്നു പാസ്റ്ററേ ഇവിടെ വന്ന് ഞാൻ പെട്ടുപോയെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇല്ല, അക്കരെ ദേശത്ത് നിന്നെ എത്തിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അതിനെ തടുക്കാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും. യേശു കർത്താവിന്റെ അവൻ ദൈവപ്രവൃത്തിക്ക് തടസ്സമായിട്ടാണ് ഈ യാത്രക്കെതിരെ കാറ്റും കോളും പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. യേശു കർത്താവ് സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങുക. എന്തുവാകട്ടെ, കർത്താവ് അക്കരെ ദേശത്തെത്തി. ഇനി എത്തിയ സ്ഥലമാണ് നമ്മൾ വായിച്ച കുറിവാക്യത്തിനകത്ത് കിടക്കുന്നത്. 5-ാമത്തെ വാക്യത്തിൽ എവിടെ എത്തിയത്? അവർ അക്കരെ ഗദരദേശത്തെത്തി. ഇനി ഇങ്ങനെ ശ്രദ്ധിക്കണേ, ദക്കപ്പൊലി എന്ന് പറയുന്ന ഒരു നാട്, 10 നഗരങ്ങളുടെ കൂട്ടായ്മയാ ദക്കപ്പൊലി. എത്ര നാടുകൾ? 10 നാടുകൾ. എന്ന് വെച്ചാൽ കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? മോളെ? 24. കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 36. സ്വതന്ത്രം. ഇതുപോലെ
10 നഗരങ്ങളുടെ ഒരു കൊച്ചു കൂട്ടായ്മയാണ് ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്. ആ നാട്ടില് 10 നഗരങ്ങളുണ്ടെങ്കിൽ 10 നഗരവും ഞാൻ വിശദീകരിക്കുകയല്ല, ഒരു 6-7 നഗരങ്ങളെ കുറിച്ച് ഞാൻ പറയാം. അപ്പൊ ഈ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ അത് ട്രിവാൻഡ്രം പട്ടണമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നിങ്ങളുടെ വീടുമായിട്ടൊക്കെ അതുതിനെ ഒന്ന് ബന്ധിച്ച് ഒന്ന് സ്വോത്രം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം. 1 രൂപ ടിക്കറ്റ് എടുക്കാതെ, ഒരു എമിഗ്രേഷനെ ക്യൂ നിർത്താതെ, ഒരു വിസിറ്റിംഗ് വിസ എടുക്കാതെ, 1 രൂപ ചെലവില്ലാതെ നിങ്ങളെ ഈ 10 നാട്ടിലോട്ടൊന്ന് വിസിറ്റിങ്ങിന് വേണ്ടി ഞാൻ കൊണ്ടുപോകാൻ പോവാ. എന്റെ കൂടെ വരണം. 10 നാട് കണ്ടിട്ട് നമുക്ക് തിരിച്ചിങ് വരണം. ഇവിടെ വന്നിട്ട് വേണം വീട്ടിലും പോവാൻ. ഒരു സ്വോത്രം പറഞ്ഞേ. അപ്പൊ എന്റെ കൂടെ ശ്രദ്ധിച്ചു വരണം. ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട് 10 നഗരങ്ങളുടെ കൂട്ടായ്മയാണെങ്കിൽ അതിന്റെ 1ാമത്തെ സ്ഥലം എന്ന് പറയുന്നത്, ഇനി ഞാൻ പറയാൻ പോകുന്ന സ്ഥലപ്പേരുകൾ അത്ര രസകരമൊന്നുമല്ല, നമ്മുടെ വായിക്കൊക്കെ നിൽക്കത്തൊന്നുമില്ല, എന്നാലും ഒന്ന് പറയാൻ ശ്രമിക്കണം. 1ാമത്തെ സ്ഥലത്തിന്റെ പേര് ഹിപ്പോസ്. ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ, സ്വോത്രം. ഹിപ്പോസ് എന്ന് പറയുന്ന ഈ നാടിന്റെ പ്രത്യേകത ഞാൻ പറയാം. വിളക്കുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു പട്ടണമാണ് ഹിപ്പോസ് എന്ന് പറയുന്ന നാട്. എന്ന് വെച്ചാൽ ഈ ഫ്ലൈറ്റിനകത്ത് ദുബായിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത്, നമ്മൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിൻഡോ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഒന്ന് എത്തി നോക്കണം. സൂപ്പറാ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? ഇത്രയും വലിയ കൂട്ടം. ഇല്ല ചേച്ചി, ഞാൻ പറയുന്നതൊക്കെ ശരിയാണോ? ഓക്കെ, സ്വോത്രം. അതും വിൻഡോ സീറ്റ് എന്നെ രസമെന്നറിയാമോ? മഞ്ഞ ലൈറ്റ് അല്ല, ഇങ്ങനെ അതൊരു കാഴ്ചയാ. സ്വോത്രം. അപ്പൊ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ നമുക്ക് തോന്നും, സ്വാഭാവികമാണ്. ഇതുപോലെ വിളക്കുകൾ കൊണ്ട് തെളിയിക്കപ്പെട്ട നാടാണ് ഏത് നാട്? ഹിപ്പോസ്. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഈ സ്ഥലത്ത് നിന്നും ഒരുത്തൻ ഹിപ്പോസ് എന്ന് പറയുന്ന നാട്ടിൽ നോക്കിയാൽ വിളക്ക് കൊണ്ട് തെളിയിക്കപ്പെട്ട പട്ടണമാ. കാണാനൊക്കെ രസമാ, പക്ഷെ ഒരുത്തിന് കാണാൻ പറ്റുകയില്ല. അതെന്താ? ചുറ്റുപാടുമുള്ള മലകളെല്ലാം കൂടെ ഈ പട്ടണത്തെ മറച്ചു പിടിച്ചിരിക്കുക. ഇനി യേശു ഈ പട്ടണത്തെ നോക്കി പറഞ്ഞൊരു ദൂതുണ്ട്, മലമേലിരിക്കുന്ന പട്ടണോ മറഞ്ഞിരിപ്പാൻ ഭയങ്കരമായി കത്തുന്നുണ്ടച്ചാ, പക്ഷെ പുറത്തു വരാൻ പറ്റുകയില്ല. ശോഭയുള്ള വിളക്കാണ്, പക്ഷെ മറ്റുള്ളവർക്ക് പ്രയോജനമില്ല. എന്തൊക്കെയോ കൊണ്ട് ഇങ്ങനെ മൂടപ്പെട്ട് കിടക്കുക. സ്വോത്രം. ഇന്ന് രാത്രി ഞാനൊരു ദൂതായിട്ട് പരിശുദ്ധാത്മാവി പറയാം, നിന്റെ അകത്ത് ദൈവശക്തിയുണ്ട്, നിന്റെ അകത്ത് പ്രാർത്ഥനയുണ്ട്, നിനക്ക് കരയാനുള്ള കൃപയുണ്ട്, നിനക്ക് ഉപവസിക്കാനുള്ള ശക്തിയുണ്ട്, നിനക്ക് യേശുവിനെ ഇഷ്ടമാണ്. പക്ഷെ പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ, പുറത്തു വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇന്ന് രാത്രി പറയണം, എന്റെ അകത്ത് കത്തുന്ന ശോഭയുള്ള വിളക്കുകളെ തടയുന്ന മുഴുവൻ ശക്തികളെയും ദൈവം ശാസിക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഭയങ്കര പ്രാർത്ഥനക്കാരനാ, ഉപവസിക്കും, പക്ഷെ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ ഹിപ്പോസ് എന്ന് പറയുന്ന നാടിന്റെ പ്രത്യേകത. ഇനി 2ാമത്തെ നാട് ഞാൻ പറയാം. ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട് 10 നഗരങ്ങളുടെ കൂട്ടായ്മയാണ്. 1ാമത്തെ സ്ഥലം പറഞ്ഞു, സ്ഥലത്തിന്റെ പേര് ഹിപ്പോസ്. പ്രശ്നം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ പുറത്തിരിക്കുന്നില്ല. യേശു അതുകൊണ്ട് പറഞ്ഞ മലമേലിരിക്കുന്ന പട്ടണം, അത് ഈ പട്ടണത്തെ നോക്കിയ കർത്താവ് പറഞ്ഞു. ഇനി 2ാമത്തെ സ്ഥലത്തിന്റെ പേര് കേൾക്കണം. പെല്ലെ. ഒന്ന് പറഞ്ഞേ. മെല്ലെ അല്ല, പെല്ലെ. സ്തോത്രം. ഈ നഗരത്തിന്റെ പ്രത്യേകത അറിയാമോ? ഈ പെല്ലെ എന്ന് പറയുന്ന നാട് ഇവിടെ വന്നതാരാന്ന് ഞാൻ പറയാം. റോമക്കാരുടെ ഒരു യുദ്ധം വന്നു. ആ യുദ്ധത്തിനകത്ത് കുറെ പേർക്ക് യുദ്ധത്തോട് എതിർത്ത് നിൽക്കാൻ ത്രാണിയില്ലായിരുന്നു. അവരെല്ലാം പരാജയം അനുഭവിച്ചു. പരാജയപ്പെട്ടവരെല്ലാം കൂടെ ഓടാൻ തുടങ്ങി. ഓടിയവരെല്ലാം കൂടെ പോയി താമസിച്ച സ്ഥലമാണ് ഏത് സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് സ്ട്രെങ്ത് ഉള്ളവരല്ല. എന്റെ ഒരു നാടൻ ഭാഷ പറഞ്ഞ, ഒന്ന് കോക്കറി കാണിച്ചാൽ പേടിച്ച് മാളത്തി ഒളിക്കും. ഒരു സ്വതന്ത്രം പറഞ്ഞേ. അപ്പോ ഇതൊരു നെഗറ്റീവിന്റെ പ്ലേസ് ആണ് ഈ പെല്ലെ എന്ന് പറയുന്ന സ്ഥലം. നിക്കട്ടെ, ഇതാണ് ഈ 2ാമത്തെ നാട് ദെക്കപ്പൊലി. ഇനിയും ഈ നാട്ടിന്റെ, ഈ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്ടിലെ 3ാമത്തെ സ്ഥലത്തിന്റെ പേര് സിത്തോപോളിസ്. ഒന്ന് പറഞ്ഞേ. എന്തോ? സൂസൂന്നല്ല. ഓക്കെ, സ്തോത്രം. അന്യഭാഷയൊന്നും അല്ല കേട്ടോ. 10 അന്യഭാഷ കിട്ടില്ലേ? 10 സ്ഥലത്തിന്റെ പേരെങ്കിലും കിട്ടി. പാസ്റ്റർ കയറ്റി എവിടെങ്കിലും ഒക്കെ പറയാൻ നിൽക്കല്. ഇതൊക്കെ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്ടിന്റെ സ്ഥലപ്പേരുകളാണ്. സിത്തോപോളിസ്. ഈ നാടിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ഫെലിസ്ത്യർ ശൗൽ എന്ന് പറയുന്ന രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് ശേഷം ആ തോൽപ്പിക്കപ്പെട്ടവരുടെ മൃതദേഹങ്ങളെല്ലാം കൂടെ കൊണ്ടിട്ട് തൂക്കിയിട്ട സ്ഥലമാണ് ഏത് സ്ഥലം? രസമാ കാണാനല്ലയോ? കല കാണുമ്പോഴേ ഭയാനകമാ. മരിച്ചവരുടെ മൃതദേഹങ്ങളെല്ലാം കൊണ്ട് തൂക്കിയിട്ടിരിക്കുക. സ്വോത്രം. നിങ്ങൾക്കൊരു വിസിറ്റിംഗ് വിസ കിട്ടി അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഈ സ്ഥലം ആർക്കും ഇഷ്ടമല്ല. ചുരുക്കം പറഞ്ഞാൽ, ഞാനിപ്പോ പറഞ്ഞ ഈ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്ടിൽ 10 നഗരങ്ങളേ ഉള്ളൂ. അത് ഈ 3 സ്ഥലവും ഇപ്പൊ അട്ടർ നെഗറ്റീവ് ആണ്. 3 സ്ഥലം കൊണ്ടും ആൾക്കാർക്ക് ഇഷ്ടമല്ല, എല്ലാം കൊണ്ടും നെഗറ്റീവ്. ഇനിയും ഈ 4ാമത്തെ സ്ഥലം നിങ്ങൾ കേൾക്കണം. 4ാമത്തെ സ്ഥലം നമുക്ക് ഇച്ചിരി ഫെമിലിയർ ആണ്. ആ സ്ഥലത്തിന്റെ പേര് കേൾക്കണേ, ദമസ്കോസ്. എന്തോ? ദമസ്കോസ് എന്ന് പറയുന്ന നാട് ഇനി എവിടാന്ന് ചോദിച്ചാൽ ആരും പറയും? ദമസ്കോസ് എന്ന് പറയുന്ന നാട് എവിടാ? അതിനകത്തൊരു നഗരമാണ്. ഏത് സ്ഥലം? സ്വോത്രം. ആ സ്ഥലവുമായി ബന്ധപ്പെട്ടാണ് ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ ഏകദേശമൊക്കെ താമസിക്കുന്നത്. പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ താമസിക്കുന്നത്. അവൻ അവിടുന്ന് യാത്ര പോലും തിരിച്ചത്.
പക്ഷെ അവൻ ആ പടിവാതിക്കൽ എത്തുന്നതിനേക്കാൾ മുമ്പ്, ബൈബിളിൽ കിടക്കുന്ന വാക്ക് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് എന്ന് വെച്ച് ഇറങ്ങുന്നതിനേക്കാൾ മുമ്പ് എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങി. സ്തോത്രം. ശൗലിനെ പൗലോസാക്കി മാറ്റിയ സ്ഥലമാ ദമസ്കോസ്. ആദ്യം പറഞ്ഞ 3 നെഗറ്റീവിന്റെ സ്ഥലമാണെങ്കിലും ഇവിടെ ഒരു മനുഷ്യനെ ദൈവം തൊട്ട സ്ഥലമാ, ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയ സ്ഥലമാ. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരോട് പറയാ, എത്ര മോശമായ അന്തരീക്ഷത്തിന്റെ നടുവിലാണ് നീ എങ്കിലും എന്റെ ദൈവത്തിന്റെ കരമിറങ്ങുന്നതിന് അത് തടസ്സമല്ല എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെല്ലുന്നു. ആരോ ഇന്ന് രാത്രി പറയുന്നു, എന്നെ ഇവിടെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ഇവിടെ തൊടാൻ ആരുമില്ല, എന്റെ കൊച്ചിന് വേണ്ടി ഒരു കരുതൽ ഇറക്കാൻ ആരുമില്ല. ആരും വേണ്ട. നിന്റെ ശാപം പിടിച്ചു കിടക്കുന്ന സ്ഥലത്തിനകത്ത് എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ കടുകട്ടിയുള്ള നിന്റെ വീടിനകത്ത് ചില മനസ്സുകളെ ദൈവം രൂപാന്തരപ്പെടുത്തി നാളുകളിൽ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടുന്ന പൗലോസാക്കി മാറ്റുമെന്ന് പറഞ്ഞു. രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം, രക്തം ക്ഷയം. വിശ്വസിക്കുന്ന മമ്മിമാര് പറയണോ, എന്റെ വീട് ഒരു ദമസ്കോസായി മാറാൻ പോവാ, എന്റെ വീട് ചിലരെ തൊടുന്ന രൂപാന്തരത്തിന്റെ സ്ഥലമായി മാറാൻ പോവാ. ദമസ്കോസ് എന്ന് പറയുന്ന ഈ നാട് ശൗലിന്റെ പണിത സ്ഥലമാണ്. ഇനി 4ാമത്തെ സ്ഥലം നിങ്ങൾ 5ാമത്തെ സ്ഥലം നിങ്ങൾ കേൾക്കണം. 5ാമത്തെ സ്ഥലം നമുക്ക് കുറെ കൂടെ ഒക്കെ ഫെമിലിയർ ആണ്. ഫിലദൽഫിയ. ഒന്ന് പറഞ്ഞേ. സ്തോത്രം. ഇവിടെ സ്നേഹവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം. അതറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ നിൽക്കണം. ചിന്തയ്ക്ക് വേണ്ടി വിടാം. വീട്ടിൽ പോയി നോക്കണം. ഇപ്പൊ ഒത്തിരി ഹോംവർക്ക് തന്നില്ലയോ? അതെല്ലാം വീട്ടിൽ പോയി നോക്കുവോ? ഒരു രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് ചെയ്യാനുള്ള ഹോംവർക്ക് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഫിലദൽഫിയ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഇതിനകത്ത് അടുത്ത സ്ഥലം ഞാൻ പറയാം. ഈ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്ടിനകത്തെ അടുത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് ജലദേവതയും സൂര്യനെയും നക്ഷത്രങ്ങളെയും ഒരുപോലെ ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പ് തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണം ഈ സ്ഥലത്തിനുണ്ട്. ആ സ്ഥലത്തിന്റെ പേരാണ് കനാത്ത്. ഒന്നുകൂടെ പറഞ്ഞേ. കണ്ടോ, അവൻ കത്തി. ഇനി നിങ്ങളും കൂടെ കത്തിയാൽ മതി. ഒരു സഹോദരൻ പറഞ്ഞേ. കനാത്ത് എന്ന് പറയുന്ന നാട്ടിൽ സൂര്യനെ ആരാധിക്കും, നക്ഷത്രങ്ങളെ ആരാധിക്കും, ജലദേവതയെ ആരാധിക്കും. എന്ന് വെച്ചാൽ പൈശാചിക മണ്ഡലത്തിന്റെ ഇരിപ്പിടമാണ് കനാത്ത്. സ്തോത്രം. അതാ ഈ ദെക്കപ്പൊലി എന്ന് പറയുന്ന നാട്ടിലാണ്. നിൽക്കട്ടെ, ഒരു 5-6 പട്ടണം ഞാൻ പറഞ്ഞല്ലോ. ഈ പറഞ്ഞതിന്റെ ക്രമം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ദെക്കപ്പൊലി എന്ന് പറയുന്നത് മനോഹരമൊന്നും അല്ല. സ്തോത്രം. വിസിറ്റ് ചെയ്യാൻ കൊള്ളുന്ന സ്ഥലമൊന്നും അല്ല. ഇനി ഈ നാട്ടില് നമ്മൾ വായിച്ച 5-ാം അധ്യായം പഠിക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. 1ാമത്തെ പ്രശ്നം, ഇത് പന്നികളെ വളർത്തുന്ന സ്ഥലമാണ്. സ്തോത്രം. യഹൂദന്മാർക്ക് എന്തോത്തിന് ഇഷ്ടമല്ല. 2, ഈ സ്ഥലത്ത് കല്ലറകൾ കൂടുതലുള്ള സ്ഥലമാണ്. എന്ന് വെച്ചാൽ ശവകുടീരങ്ങൾ കൊണ്ട് നിറയപ്പെട്ട മണ്ണാണ്. ഏത് മണ്ണ്? ഈ സ്ഥലം ദെക്കപ്പൊലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഗദരദേശം എന്ന് പറയുന്ന ഈ സ്ഥലം. അപ്പോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാർക്ക് അത്ര പ്രിയമല്ല ഈ സ്ഥലം. അവർ കയറി വരാൻ മടിക്കുന്ന സ്ഥലമാണ്. പിന്നെ അങ്ങാണ് അവർ കയറി വരുന്നെങ്കിൽ ഇതുപോലെ മനസ്സ് ബന്ധിക്കപ്പെട്ടവനെയും ഭൂതം ബാധിച്ചവനെ ശരീരം കൊണ്ട് ദണ്ണിപ്പിക്കാൻ ഇവരെന്ത് ചെയ്യുന്നേ? കയറി വരുന്നേ. അപശ്രുതികൾ കേൾക്കുന്നൊരു സ്ഥലം, എല്ലാവരാലും എഴുതത്തള്ളപ്പെട്ടു പോയൊരു സ്ഥലം, ഒരു മനുഷ്യന് ഇഷ്ടമല്ലാത്ത സ്ഥലം, ഒരു മനുഷ്യൻ കയറി വരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത സ്ഥലം, വന്നാലും ഒന്ന് ഹോൾഡ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത സ്ഥലം. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചേ. ഈ പട്ടണത്തിന്റെ വിടുതലിനു വേണ്ടി എൻ്റെ കർത്താവ് വണ്ടിക്കൂലി മുടക്കി പടകും പിടിച്ച് സകല കാറ്റുകളെയും കോളുകളെയും റിജക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ തടസ്സങ്ങളെ യേശു ശാസിച്ചുകൊണ്ട് ഈ പട്ടണത്തിനകത്തേക്ക് എൻ്റെ യേശു കാലെടുത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം ചെയ്യാൻ പോകുന്ന അത്ഭുതം എന്തോരം ഭയങ്കരമാ. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ആരോ പറയുന്നു, പാസ്റ്ററേ എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ആർക്കും താല്പര്യമില്ല, എൻ്റെ വീട്ടിനകത്ത് കയറാൻ കൊള്ളുകയില്ല പാസ്റ്ററേ, ഞാനെന്ന് പറയുന്ന മനുഷ്യനെ ആർക്കും താല്പര്യമില്ല. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് എന്നോട് ഷാർപ്പായിട്ട് പറയാൻ പറയുന്നു, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിലോ, നിന്നെ ദണ്ഡിപ്പിക്കാനാണ് എല്ലാവരും നിൽക്കുന്നതെങ്കിലോ, നിന്നെ സങ്കടപ്പെടുത്താനായി എല്ലാവരും നിൽക്കുന്നെങ്കിലോ, നിന്റെ ശരീരത്തെ ക്ഷീണിപ്പിക്കാനായി എല്ലാവരും നിൽക്കുന്നെങ്കിലോ, യേശു അങ്ങനല്ല കൊച്ചേ, യേശു അങ്ങനല്ല കുഞ്ഞേ, സഹോദരിമാരെ യേശു അങ്ങനല്ല, സഹോദരന്മാരെ അങ്കിൾമാരെ ആന്റിമാരെ യേശു അങ്ങനെയല്ല. യേശു വണ്ടിക്കൂലിയും മുടക്കി നിന്റെ ഒരുത്തന്റെ വിടുതലിന് വേണ്ടി ഈ പട്ടണത്തിലേക്ക് ഇന്ന് രാത്രി കാലെടുത്തു വെക്കാൻ പോവാ. ഈ രാത്രി വിശ്വസിക്കുന്ന ചിലർ ആത്മാവി പറ, എന്നെ തേടി ഒരുവൻ വരുന്നുണ്ട്, എന്നെ തേടി ഒരുവൻ വരുന്നുണ്ട്, എന്നെ തേടി ഒരുവൻ വരുന്നുണ്ട്, എന്റെ വിടുതലിനെ തേടി ഒരുവൻ ഇന്ന് രാത്രി വരുന്നുണ്ട്. കരമുയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ. ബൈബിളിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വാക്യമുണ്ട്, കേൾക്കണേ, ശാന്തമായിട്ട് ആ വാക്കൊന്ന് കേൾക്കണേ. ആമേൻ. യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യൻ അപ്പന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോവുക. ആ പോക്കിനകത്ത് യാക്കോബ് ഇങ്ങനെ ഓടിപ്പോകുമ്പോ ക്ഷീണമായി, അമ്മാമ ക്ഷീണമായി, ഭയങ്കര ക്ഷീണമായി, അമ്മയില്ല.
മനസ്സുകൊണ്ട് ചിന്തിച്ചേ. അപ്പനില്ല, സ്വോത്രം. ഒരു സഹോദരനുള്ള അവനെ വെറുപ്പിച്ചുള്ള ഓടിപ്പോക്ക. പോകുന്ന വഴി ക്ഷീണമായി. ഒരു കല്ലെടുത്തു, തലേണയായിട്ട് വെച്ച് കിടന്നുറങ്ങി. ആ ഉറക്കത്തിൽ ഒരു ദർശനം കണ്ടു. ആ ദർശനത്തിൽ ഒരു കോവേണി ഇറങ്ങി വരിക. സ്തോത്രം. ദൈവം തന്നോട് ഇടപെടുന്നത് പോലെ ഒരു ദർശനം. എഴുന്നേറ്റപ്പോ യാക്കോബ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, യഹോവ ഇവിടെ ഉണ്ടായിരുന്നു, സത്യം ഞാനോ അത് എപ്പോഴാ ഇത് പറഞ്ഞേ? ഉറക്കം എഴുന്നേറ്റപ്പോ. അപ്പൊ ദൈവം ഇറങ്ങി വന്നത് എപ്പോഴാ? ഉറക്കത്തിൽ. എന്റെ ചിന്ത ഞാൻ പറയൂ, എന്നാ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നേ. അച്ഛാ, ഒരു മനുഷ്യനെ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുക. അവന്റെ അടുക്കൽ ദൈവം ആരാന്ന് വെളിപ്പെടുത്താൻ ദൈവം ഇറങ്ങി വന്നു. പക്ഷെ അവൻ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുക. ദൈവം തട്ടി വിളിച്ചില്ല. ദൈവം എഴുന്നേക്കടാ ഞാൻ വന്നൊന്നും ദൈവം പറയാൻ നിന്നില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ. നമ്മുടെ പിള്ളേരൊക്കെ രാവിലെ എഴുന്നേക്കാൻ വൈകുമ്പോ 7 മണി 8 മണിയൊക്കെ ആകുമ്പോ 9 മണി 7 മണി 8 മണിയൊക്കെ ആകുമ്പോ മമ്മിമാരി എന്നൊരു വിളിത്തമുണ്ട്. സ്തോത്രം. ഇടിവെട്ടിയതുപോലെ ചാടി അമ്മാതിരി വിളിക്കുന്നേ. പക്ഷെ തമ്പുരാൻ ശല്യപ്പെടുത്തില്ല. പാവപ്പെട്ട ഒരു ചെറുക്കൻ കിടന്നുറങ്ങുക. കർത്താവ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നു. എത്ര നേരം നിന്നു കർത്താവ്? അവ ഉറക്കം എണ്ണീക്കുന്ന വരെ നിന്നു. ഉറക്കം എഴുന്നേറ്റപ്പോ കർത്താവ് പറഞ്ഞിട്ടാ ഞാനിവിടെ ഉണ്ട്. അവൻ പറഞ്ഞു, ഓ ദൈവം ഉണ്ടായിരുന്നു, സത്യം ഞാനോ അതറിഞ്ഞ്. അതിനർത്ഥം എന്നറിയാമോ? ഒരുവന്റെ അടുക്കൽ ദൈവം ആരാന്ന് വെളിപ്പെടുത്താൻ അവനത് തിരിച്ചറിയുന്നവരെ ദൈവം അവന് വേണ്ടി ഹോൾഡ് ചെയ്ത് നിന്നല്ലേ വെച്ചാ. ഇന്ന് രാത്രിയിൽ ആരെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയാം, നിനക്ക് ദൈവം ആരാന്ന് മനസ്സിലാകുന്നത് വരെ, ജീവനുള്ള ദൈവം ആരാന്ന് പിടികിട്ടുന്നത് വരെ ദൈവം നിനക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ, ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറഞ്ഞാൽ, എനിക്കറിയത്തില്ല ഈ ശബ്ദമൊക്കെ പരിശുദ്ധാത്മാവ് ആർക്കൊക്കെയോ വേണ്ടി തിരിച്ചിട്ട് പറയാ. ഇപ്പോഴും മനസ്സിനകത്തൊരു സംശയമുണ്ട്, എന്തോ ഇവരീ കടന്ന് കൈകൊട്ടുന്നേ, എന്തോ ഇവരീ കടന്ന് ശബ്ദം ഉണ്ടാക്കുന്ന, ഇവർക്ക് വേറെ പണിയില്ലേ? നീ മനസ്സുകൊണ്ട് വിമർശിച്ചിരിക്കുമ്പോഴും ദൈവം നിനക്ക് വേണ്ടി ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഈ അഭിഷേകം എന്തുവാന്ന് തിരിച്ചറിയിപ്പിക്കുന്നത് വരെ, ഈ ദൈവശക്തി എന്തുവാന്ന് നിന്നെ കൊണ്ട് മനസ്സിലാക്കുന്നത് വരെ, ആമേൻ, ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഒരൊറ്റ ഒരുത്തന്റെ വിടുതലിന് വേണ്ടി തമ്പുരാൻ ഇവന് വേണ്ടി മാത്രം ഇറങ്ങി ചെല്ലുക. അവൻ ആർക്കും ഇഷ്ടമല്ല. അവൻ താമസിക്കുന്നത് കല്ലറയില്ല, അവിടെ പന്നികളുടെ കൂട്ടമാ. യഹൂദന്മാർക്ക് പോകാൻ ഇഷ്ടമല്ല. പക്ഷെ യേശു ഒരുത്തനെ തേടി പോവുക. യേശു ഒരുവന് വേണ്ടി ഹോൾഡ് ചെയ്ത് നിൽക്കുക. കർത്താവ് ഒരുവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ കരങ്ങളെല്ലാം മാറത്തോട് ചേർത്ത് പിടിച്ചിട്ട് പറ, എന്നെ വിടിവിക്കാൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു നാഥൻ, എന്നെ സൗഖ്യമാക്കാൻ എനിക്ക് വേണ്ടി ചലിക്കുന്നൊരു കരം, എന്റെ തലമുറയെ വിടിവിക്കാൻ. ആരോ പറയുന്നു, പാസ്റ്റർ അവന്റെ ദൈവം ഒത്തിരി അവസരം കൊടുത്തു പാസ്റ്റർ. അത് വിഷയമല്ല. അവനെ ഒത്തിരി അവസരം കൊടുത്തു. അവൻ രക്ഷപ്പെടാനാണ് പണ്ട് രക്ഷപ്പെടണ്ടേ പാസ്റ്ററെ. ഓ കഴുത എന്റെ ഉദരത്തിൽ വന്ന് ജനിച്ചല്ലോടാ നീ ശാപം പിടിച്ചവനെ നിങ്ങൾ പറയും. പക്ഷെ ദൈവത്തിനത് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അവന് വേണ്ടി ഒരു പ്രസവവേദന എടുത്തോളൂ. യേശു അവനെ പുറത്തു വേണ്ട ഒരു ചങ്കിലെ ചോരയാ കൊടുത്തേ. അതുകൊണ്ട് കർത്താവ് അവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. കർത്താവ് അവന് വേണ്ടി മാത്രം പടക പിടിക്കുക. ദൈവം അവന് വേണ്ടി മാത്രം വണ്ടിക്കൂലി എടുത്തുകൊണ്ട് നിന്റെ കൊച്ചിനെ വിടിവിക്കാൻ ഇന്ന് രാത്രി ഞാൻ പ്രവാചക ആത്മാവിനെ ദൂത് പറയുക. ആമേൻ, സ്തോത്രം. ലോകത്തിന്റെ മോഹത്തിനനുസരിച്ച് ചലിക്കുന്ന നിന്റെ കൊച്ചിനെ വിടിവിക്കാൻ ഇന്ന് രാത്രി എന്റെ ദൈവം ഇറങ്ങി വരുന്നുണ്ടെന്ന് അന്യഭാഷയുള്ളവർ ആത്മാവിൽ അന്യഭാഷകൾ പറഞ്ഞു. രക്തം 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 രക്തം. ആത്മാവിൽ ഇന്ന് രാത്രി അത് 10 കയ്യടിയല്ല, വെറുതെ ഒരു ശബ്ദകോലാഹലമല്ല. അകതാരിൽ കാണ്, എന്നെ ചിലരെ വിടിവിക്കാൻ, എന്റെ വീട്ടിലെ ചിലരെ കുരുക്കടിക്കാൻ എന്റെ കർത്താവ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി യേശു ഒരു ചാർട്ടും ചെയ്യത്തില്ല. യേശു ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യത്തില്ല. നിനക്ക് വേണ്ടി മാത്രം ഇന്ന് രാത്രി കർത്താവ് ചലിക്കുന്നെന്ന് പറഞ്ഞാൽ ചേർന്ന് ശബ്ദമുയർത്തി ശക്തിയോടെ യേശു ഇവനെ വിടുവിക്കാൻ വേണ്ടി മാത്രം വരിക. യേശു ഇവന് വേണ്ടി മാത്രമാ വരുന്നത്. കാരണം കർത്താവിനൊരു കാര്യം അറിയാം, ഇവൻ വിടുവിക്കപ്പെട്ടാൽ ദക്കപ്പൊലി എന്ന് പറയുന്ന നാടിന വിടുതലായി അത് മാറും. സ്വോത്രം. അതിനർത്ഥം എന്നറിയാമോ? ഒരു പട്ടണത്തിന്റെ ചരിത്രം മാറ്റാൻ ദൈവത്തിന് 1000 പേരെ വേണ്ട. ആന്റിമാരെ, അങ്കിൾമാരെ, ഒരു പട്ടണത്തിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് 10,000 പേരെ വേണ്ട. ഒരൊറ്റ ഒരാൾ മതി.
കർത്താവ് പറഞ്ഞു, ഞാൻ അവനെ മാത്രമേ വിടുവിക്കത്തുള്ളൂ, പക്ഷെ അവൻ മുഖാന്തരം ഇനി ഈ ദേശം വിടുവിക്കപ്പെടാൻ പോവുക. അവൻ മുഖാന്തരം ഈ പട്ടണം രക്ഷപ്പെടാൻ പോവുക. അവൻ മുഖാന്തരം ഈ ദേശത്തിനകത്ത് മഹത്വം സ്പ്രെഡ് ആകാൻ പോവുക. ഇരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞു പറ, എന്നെ ഒരു ഹബ്ബാക്കി മാറ്റുന്നതിനാ, എന്നെ ഒരു മീഡിയേറ്റർ ആക്കി മാറ്റുന്നതിനാ. നീ ഒരുത്തൻ രക്ഷപ്പെട്ടാൽ നിന്നിലൂടെ രക്ഷപ്പെടുന്നത് ആയിരങ്ങൾ. ഞാൻ പലപ്പോഴും എന്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാറില്ല പ്രിയപ്പെട്ടവരെ, ആവർത്തിക്കുന്നില്ല, സാക്ഷ്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. പക്ഷെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എന്റെ മാതാവ് ഒരാൾ രക്ഷപ്പെട്ടപ്പോ, എന്റെ മമ്മി ഒരാൾ രക്ഷപ്പെട്ടപ്പോ, ശാപം പിടിച്ച വീടിനകത്ത് അന്ന് രാത്രി വിശക്കുപ്പിക്കകത്തോ ഒരു വീട് തുണ്ടുകാരനകത്തോ ചാകാറിരുന്ന എന്റെ മാതാവ് അന്ന് രാത്രി രക്ഷപ്പെട്ടപ്പോ താനല്ല രക്ഷപ്പെട്ടത്, തന്നിലൂടെ തലമുറകളായി ഞങ്ങൾ രക്ഷപ്പെട്ടു. ഞങ്ങൾ രക്ഷപ്പെട്ടപ്പോ ഞങ്ങളുടെ ശുശ്രൂഷയുടെ എത്രയോ പേര് രക്ഷപ്പെടുക. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നിന്റെ കൊച്ചു രക്ഷപ്പെട്ടാൽ അവൻ ആ തലമുറ മാത്രമല്ല, അവന്റെ പുറകിൽ അവനിലൂടെ പുറത്തു വരാൻ പോകുന്ന, അവന്റെ സാക്ഷ്യം കേട്ട് വിടുതൽ പ്രാപിക്കാൻ പോകുന്ന 10,000 പേരെ സ്വപ്നം കാണുന്നവർ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഈ ഫ്രണ്ടിലത്തെ റോയിലൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നോക്ക്, യൂണിഫോം ആണോ? ആ, ഓക്കെ, കൊള്ളാം, സ്തോത്രം. ഈ പ്രായത്തിൽ ഇത്രയും അകത്ത് കൃപയോടെ അവര് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ, ഈ ഇതിൽ നിന്നൊരു 10 എണ്ണം പുറത്തിറങ്ങിയാൽ വട്ടപ്പാറ ദേശത്തിൽ ഇനി 10,000 കുടുംബങ്ങൾ ഉണ്ടെങ്കിലും കർത്താവിന് ഇവരിലൂടെ അത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവത്തിന്റെ മക്കൾ ഇന്ന് രാത്രി ഉണ്ട്. അവർ മാത്രം ഇന്ന് രാത്രി കർത്താവിനോട് പറ, ഉപയോഗിക്കണേ എന്ന് പറ. യേശുവേ, ഇന്ന് രാത്രി എന്നെ ഉപയോഗിക്കണേ എന്ന് പറ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ കേവലം കൈകൊട്ടി പാട്ടുപാടി 2 സ്വോത്രം കെട്ടുപോകുന്ന സഭയാകാതിരിക്കട്ടെ. ഇതിനകത്തൊരു മിഷൻ ഗ്രൂപ്പ് എഴുന്നേറ്റ് വരട്ടെ. നിങ്ങളകത്ത് കിട്ടിയ കർത്താവിനെ 10 പേരോട് പറയാൻ, ഈ ദേശം വിടുവിക്കപ്പെടാനാ കർത്താവ് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. വിശ്വസിക്കുന്നവർ ചേർന്ന് പറഞ്ഞേ ആമേൻ. സ്തോത്രം. ഈ മനുഷ്യന് വേണ്ടി കർത്താവ് ഇറങ്ങി ചെല്ലുക. നിൽക്കട്ടെ, ഇവന് വേണ്ടി കർത്താവ് ചെല്ലുമ്പോ ഇനി ഞാൻ പറയുന്നത് കുറേ കൂടെ ശ്രദ്ധിച്ചേക്കണേ. ഇവൻ രക്ഷപ്പെടുന്നതിന് തടസ്സമായിട്ട് 3 തടസ്സങ്ങളാണ് ഉള്ളത്. അതിനകത്ത് ഒരു തടസ്സം ഞാൻ പറയാം, ഇവന്റെ പാർപ്പ് ശരിയല്ല. എന്തോ പാർപ്പ് ശരിയല്ല. ഇവന്റെ മേലൊരു ദൈവപ്രവൃത്തി അയക്കാൻ ദൈവത്തിന് ഇഷ്ടമാ, പക്ഷേ ഇപ്പോൾ ഇവൻ നിൽക്കുന്ന സ്ഥലം ഓക്കെ അല്ല. പക്ഷെ ദൈവത്തിന് അത് വിഷയമല്ല, അതതിന്റെ തടസ്സമാണെന്ന് ഞാൻ പറയാൻ വരുന്നേ. കർത്താവ് ആ ഇക്കര ദേശത്തിനകത്ത് പല അത്ഭുതങ്ങൾ ചെയ്തു. ഈ കഴിഞ്ഞ അധ്യായത്തിന് പല അത്ഭുതങ്ങൾ യേശു ചെയ്തതാ. ആ കൂട്ടത്തിൽ ഇവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ എന്നേ രക്ഷപ്പെട്ടേനെ. പക്ഷെ ഇപ്പോൾ ഇവന്റെ പേരിൽ ദൈവപ്രവൃത്തി നടക്കുന്ന അല്പം ഡിലേ ആകാൻ കാരണം, സ്ട്രഗിളിംഗ് ആകാൻ കാരണം, ഈ യാത്രയ്ക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം ഇവൻ അക്കര ദേശത്തില. ഇവൻ ഇക്കരയായിരുന്നെങ്കിൽ ഇത്രയും സ്ട്രഗിളിംഗ് ഈ യാത്രയിൽ ഉണ്ടാകുകയില്ല. ഒരു സ്വോത്രം പറഞ്ഞേ, ഇല്ല, ഉണ്ടാകുകയില്ല. ഇപ്പോൾ ഇവൻ അക്കരയാണ്, ഇവന്റെ പാർപ്പ് ശരിയല്ല. ഇവൻ പാർക്കുന്നത് എവിടാ? കല്ലറകളി. സ്തോത്രം. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചേ. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങൾ ആരെങ്കിലും പറയുകയാണ്, വട്ടപ്പാറ ദേശത്ത് നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ, നല്ല 2 നിലയ്ക്കൊരു വീടുണ്ട്. എവിടാണെന്ന് ചോദിക്കരുത്, ഉദാഹരണം പറയുക. സ്തോത്രം. മീറ്റിംഗ് എവിടാ പാസ്റ്റേ? ഉദാഹരണം പറയുക. സ്തോത്രം. 2 നിലയ്ക്ക് നല്ലൊരു വീടുണ്ട്, കണ്ണായ സ്ഥലമാണ്. പിന്നെ സാധാരണ സെന്റിന് ഇവിടെ 10 ലക്ഷം രൂപ 8 ലക്ഷം ഒക്കെ ഉള്ളത്. പക്ഷേ ഈ സ്ഥലത്തിന് അത്രയൊന്നും വേണ്ട. ഒരു 40,000 സെന്റിന് വെച്ച് എന്ത് ചെയ്താൽ മതി? വീട് ഉൾപ്പെടെ 40,000 തന്നാൽ മതി. അപ്പോഴേ നമ്മൾ ചാടി ഇറങ്ങുമല്ലോ. അപ്പൊ നമ്മളിങ്ങനെ എന്നാ പിന്നെ പോയി കാണാം, ഇപ്പൊ തന്നെ അങ്ങ് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ ചാടി ഇറങ്ങുമ്പോൾ ബ്രോക്കർ നമ്മളോട് പറയാം, ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ബെഡ്റൂമിന്റെ ജനൽ തുറന്നു നോക്കുന്നത് സെമിത്തേരിയിലോട്ടാ എന്ന് പറഞ്ഞ് നമ്മൾ പോവൂ. നീ ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞാലും വേണോ? വേണ്ട. അപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ആ സ്ഥലം ഇഷ്ടമല്ല. അപ്പൊ ഇവന്റെ പാർപ്പ് ശരിയല്ല. ഇനി കേൾക്കണേ, ബൈബിളിനകത്ത് പാർപ്പ് ഓക്കെ അല്ലാതിരുന്നിട്ടും ദൈവപ്രവൃത്തി നടന്ന ഒത്തിരി പേര് ബൈബിളിനകത്തുണ്ട്. 1-2 പേരെ ഞാൻ പറയാം. ഈ വാക്യം നിങ്ങൾ എടുക്കാതെ പോകല്. 1 ശമൂവേലിന്റെ പുസ്തകം എടുത്താട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം, റൈറ്റ്, അതിന്റെ 22-ാമത്തെ അധ്യായം. 1 ശമൂവേലിന്റെ പുസ്തകം 22-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അങ്ങനെ ദാവീദ്, എല്ലാരും എടുത്തോ മക്കളെ. 1 ശമൂവേലിന്റെ പുസ്തകം 22-ന്റെ 1-2. അങ്ങനെ ദാവീദ് അവിടം വിട്ട് അതുല്ലാം ഗുഹയിലേക്ക് ഓടിപ്പോയി. എന്തുവാ ഗുഹയുടെ പേര്? അതുല്ലാം ഗുഹ. അതുല്യ എന്നുള്ള പദമൊക്കെ അങ്ങ് വിട്. ഗുഹയാന്ന് മനസ്സിലായേ? ഗുഹ. ഗുഹയിൽ ഓടിപ്പോയി. അടുത്തത്, അവന്റെ സഹോദരന്മാരും അവന്റെ പിതൃഭവനം ഒക്കെയും അത് കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. ഇപ്പം ഈ ദാവീദ് എന്ന് പറയുന്ന
അഭിഷക്തൻ ഒരു വിഷയം ഉണ്ടായി. ആ വിഷയം എന്താണെന്ന് കണ്ടത്? നമ്മൾ മലയാളി പെന്തക്കോസ്തുകാരെ എന്നാൽ നമ്മുടെ അകത്ത് ഭയങ്കര ആകാംക്ഷ. എന്നാലും ദാവീദിന് എന്ത് വിഷയമാണ് പാസ്റ്ററെ ഉണ്ടായേ? അതറിയണമെങ്കിൽ വീട്ടിൽ പോയി അധ്യായം വായിച്ചാൽ മതി, മനസ്സിലാകും. ഇപ്പൊ വായിക്കാൻ നിൽക്കണ്ട, നമ്മൾ ക്യൂരിയോസിറ്റി ഉണ്ട്, നമുക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ദാവീദിനൊരു വിഷയം ഉണ്ടായി. ആ വിഷയത്തെ ദാവീദിന് ഓടിപ്പോയാലേ പറ്റൂ, സ്വന്തം സ്ഥലത്ത് നിൽക്കാൻ നിർവാഹമില്ല. അങ്ങനെ ദാവീദ് ഓടിപ്പോയ സ്ഥലം ഏതാ? അതുല്യം ഗുഹ. ഗുഹയിൽ പോയി. അച്ഛൻ അവിടെ വളരെ സ്വസ്ഥമായിട്ട് ആ ഗുഹയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ നേരത്ത് ഈ നാട്ടുകാരൊക്കെ പറഞ്ഞ്, ചാച്ചക്കാരൊക്കെ പറഞ്ഞ്, നമ്മുടെ കൊച്ചിറക്കനിൽ രാജാവില്ലേ, ദാവീദില്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ അഭിഷക്തനില്ലേ, അച്ഛൻ ഇപ്പൊ അതുല്യ ഗുഹയില്ല. എന്നാ പിന്നെ അച്ഛനെ ഒറ്റയ്ക്ക് അവിടെ താമസിപ്പിക്കേണ്ട, നമുക്കും കൂടെ എന്ത് ചെയ്യാം, പോകാം. അങ്ങനെ കുറെ എണ്ണം പോയി. അവരെത്ര പേരുണ്ടെന്ന് അറിയാമോ? എത്ര? 400 പേര്. പേര്, സ്ഥലത്തിന്റെ പേരെന്തുവാ? അതുല്യം വീട്. പിന്നെ ഗുഹ. അച്ഛനെ പറഞ്ഞ അവിടെ ഇടുക്കത്തിലാ താമസിക്കുന്നത്. കൂട്ടത്തിൽ എത്ര എണ്ണം കൂടെ പോയി? നിന്ന് തിരിയാൻ സ്ഥലമില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞേ, സ്വതന്ത്രം. നിന്ന് തിരിയാൻ സ്ഥലമില്ല. നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ചേ, പാർപ്പ് ശരിയാണോ? പാർപ്പ് ഓക്കെ ആണോ? സുഖകരമാണോ? പറ്റത്തില്ല. സ്വതന്ത്രം. നമ്മുടെ വീട്ടിനകത്തൊരു 2 ഗസ്റ്റ് ഒരു മാസം താമസിക്കാൻ വരുന്ന പറയുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നവർ, ഇത്രയും നല്ല വീടായിട്ട് പോലും. അപ്പൊ ഒരു കൊച്ചു ഗുഹയിൽ പോയി ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിച്ച മനുഷ്യന്റെ അടുക്കൽ 400 എണ്ണം വന്നു. സ്വസ്ഥതക്കേട്, അസമാധാനം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഞാൻ ഇന്ന് രാത്രി ആ വാക്കിൽ അടിവരയിട്ടുകൊണ്ട് പറയാം, നിന്റെ പാർപ്പ് ശരിയല്ലെങ്കിലും, നീ താമസിക്കുന്ന സ്ഥലം ഓക്കെ അല്ലെങ്കിലും, ദൈവ നിയോഗത്തിലാണ് നീ പോയെങ്കിൽ ആ സ്ഥലത്തിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടാകും. ദൈവത്തിന്റെ കരം ചലിച്ചാൽ അതൊരു ബ്യൂട്ടിഫുൾ സ്ഥലമായി മാറും. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഇനി ആ സ്ഥലത്തിൽ എന്തോ പാസ്റ്ററെ ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞാൽ പറയാം. 400 എണ്ണം വന്ന് താമസിച്ചു മക്കളെ. ഈ 400 പേരെയും ദാവീദ് ആ ഗുഹയ്ക്കകത്ത് വെച്ച് പരിശീലിപ്പിച്ചു. അച്ഛാ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ 400 പേര് യോദ്ധാക്കളായി മാറി. സ്തോത്രം. പിശാച് പറഞ്ഞടാ, നിന്റെ പാർപ്പ് ഓക്കെ അല്ല, ഇവിടെ നീ ഒതുങ്ങിപ്പോകൂടാ. 400 എണ്ണത്തിന്റെ കൂടെ തട്ടിയും മുട്ടിയും കഴിക്കാൻ ആഹാരം ഇല്ലാതെ 10 ദിവസം കഴിയുമ്പോൾ നീ ക്ഷീണിതനായി ഈ സ്ഥലം വിട്ട് പരാജിതനായി ഓടിപ്പോകുന്നൊക്കെ സകല പിശാച് പറഞ്ഞപ്പോ പടച്ച തമ്പുരാൻ പറഞ്ഞു, ഈ കൊച്ചു പാർപ്പ് ശരിയല്ലാത്ത ഇടുക്കത്തിന്റെ ഈ സ്ഥലത്തിൽ 400 പേരെ യോദ്ധാക്കളാക്കി മാറ്റാൻ ഞാൻ നിന്നെ അഭിഷേകം ചെയ്യാൻ പോവുക. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. നീ താമസിക്കുന്നത് എവിടാന്ന് ദൈവത്തിന് അറിയണ്ട, നിന്റെ സ്ഥലം എവിടാന്ന് ദൈവത്തിന് അറിയണ്ട. ഒരുപക്ഷെ വഴിയൊന്നും കാണത്തില്ല, വണ്ടി ഒന്നും ചെല്ലുന്ന സ്ഥലമായിരിക്കത്തില്ല, അതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവര് പറ, ആരോ പറയുന്നു പക്ഷേ വാടക വീട്ടില്ല, അതും ദൈവത്തിന് വിഷയമല്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ നിന്റെ വീട്ടിൽ നിന്ന് യോദ്ധാക്കൾ എഴുന്നേൽക്കൂ. ദൈവത്തിന്റെ കൈ ചലിക്കാൻ തുടങ്ങിയാൽ കല്ലറയ്ക്കകത്തും ഒരു സൗഖ്യം നടക്കൂ. ദൈവത്തിന്റെ അത്ഭുതം ചലിക്കാൻ തുടങ്ങിയാൽ സ്തോത്രം. ഞങ്ങളും താമസിക്കുന്ന ശാപത്തിന്റെ അന്തരീക്ഷമായിരിക്കുന്ന സ്ഥലം. ഞാനെപ്പോഴും പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് പറയാറുണ്ട്, നിങ്ങൾ കൊട്ടാരക്കരയ്ക്കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ഐ വെൽക്കം യു ഓൾ, നിങ്ങളെ സ്വാഗതം ചെയ്യുക. കൊട്ടാരക്കര ഓടനാവട്ടം പരിച്ചേരെ വന്നിട്ട് അർജുന സാറിന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ മതി, ആരും കാണിച്ചു തരും. നിങ്ങൾ അതിലെ കൂടെ ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കണമെങ്കിൽ വീട്ടിൽ കയറി വാ. പണ്ട് ശാപം എന്ന് പറഞ്ഞ സ്ഥലത്തിനകത്ത് ഇന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു വീടുണ്ട്. സ്തോത്രം. വീട് പണിതപ്പോൾ അപ്പന് ഒരു എക്സ്ട്രാ കുറെ റൂമുകൾ അങ്ങ് ഇറക്കി. ഞാൻ പറഞ്ഞു, അപ്പൊ ആഡംബരം ഇല്ലപ്പ ഇത്രയും റൂമുകൾ? അപ്പം പറഞ്ഞു, ആഡംബരം അല്ലടാ, നമ്മുടെ വീട്ടിൽ പാസ്റ്റർ എപ്പം വന്നാലും താമസിക്കാൻ പറ്റണം. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ അടിവരയിട്ട് പറയാം, ആ ശാപം പിടിച്ച് കിടക്കുന്ന സ്ഥലം ഒരു പ്രാർത്ഥനയുടെ സ്ഥലമായി മാറിയെങ്കിൽ, ആ ശാപത്തിന്റെ സ്ഥലത്ത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനത്തിന്റെ അന്തരീക്ഷം നീ ഉയർത്തിയെങ്കിൽ, നിന്റെ വീട് വാടക വീടോ, നിന്റെ ചെറിയ സ്ഥലമോ, നിന്റെ പാർപ്പോക്കിയല്ലയോ, നീ ഇടുക്കത്തിലാണോ, നീ ഞെരുക്കത്തിലാണോ, അതൊന്നും ദൈവത്തിനറിയണ്ട. വിശാലത തരാൻ എന്നെ ദൈവം തീരുമാനിച്ചാൽ അതിനെ തടുക്കാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. 2 ചേട്ടന്മാര് നിൽക്കുക, ഒരു അനിയനും ഒരു ചേട്ടായും, പേര് അബ്രഹാമും ലൂത്തുമാ. അച്ഛൻ പറഞ്ഞു, അച്ഛാ പഴക്കിന്റെ പ്രശ്നത്തിലേക്ക് വരിക, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, പഴക്കാക്കണ്ട. അച്ഛൻ ഇഷ്ടമുള്ള സ്ഥലം എടുത്തു. ഏതാ ഇഷ്ടമുള്ള സ്ഥലം എടുത്തു? ഭൂമി മൊത്തം ഇങ്ങനെ പരന്ന് കിടക്കില്ലേ, അച്ഛൻ ഇഷ്ടമുള്ള സ്ഥലം എടുത്തു. ലോത്ത് ഇങ്ങനെ തല പോക്കി നോക്കിയപ്പം നീരോട്ടമുള്ള സ്ഥലം. ഞാൻ എടുത്തോട്ടെ? എടുത്തു. സ്വോത്രം. അല്ല, കണ്ണായി എടുത്തു. സ്വോത്രം. അച്ഛൻ നീരോട്ടമുള്ള സ്ഥലം. മാനുഷികമായിട്ട് ആരാ ജയിച്ചേ? ലോത്ത്. അബ്രഹാം പരാജിതനെ പോലെ തല കുനിച്ച് നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, പേടിക്കണ്ട, പ്ലേറ്റ് ഞാൻ തിരിക്കുന്നൊരു സമയമുണ്ട്. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തവന്റെ സ്ഥലം ദൈവം നാശത്തിന് ഇരയാക്കി മാറ്റി. അപ്പോഴും
അബ്രഹാം കാലെടുത്ത് വെച്ച സകല മണ്ണും ദൈവം അവകാശമാക്കി മാറ്റി. ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന് വിഷയമല്ല. ആരോ ഇന്ന് രാത്രി പറയുന്നു, എനിക്ക് കിട്ടേണ്ട അവകാശം ചേട്ടൻ മേടിച്ചോണ്ട് പോയി പാസ്റ്റേ, അപ്പൻ എനിക്ക് തരേണ്ടതാ, പക്ഷെ അത് അനിയൻ തട്ടിയെടുത്തോണ്ട് പോയി. ദൈവത്തിന് അത് വിഷയമല്ല കേട്ടോ. ഇന്ന് രാത്രി നീ കേസൊന്നും കൊടുക്കാൻ പോകണ്ട, നീ കോടതിയിലൊന്നും കയറി ഇറങ്ങണ്ട. നീ പരാതി ദൈവത്തോട് പറ. നീ നിൽക്കുന്ന സ്ഥലത്തിനകത്ത് 100 മേനി കൊയ്ത്തു തരാൻ എന്റെ ദൈവത്തിന് കരുത്തുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. ഹല്ലേലൂയ. എഹെസ്കേൽ എന്ന് പറയുന്ന മനുഷ്യൻ 1-ാമത്തെ അധ്യായത്തിൽ നിൽക്കുന്ന സ്ഥലം എവിടാന്ന് അറിയാമോ? ആ സ്ഥലത്തിന്റെ പ്രത്യേകത ബൈബിളിനകത്ത് കിടപ്പുണ്ട്. അവൻ പ്രവാസികളുടെ ഇടയിലാണ് താമസിക്കുന്നത്. നല്ല സ്ഥലമല്ല, സ്വന്തം നാട് പോലും അല്ല, പ്രവാസികളുടെ സ്ഥലത്താ. പിന്നെ ആ സ്ഥലത്തിന് രണ്ടാമത്തൊരു പ്രശ്നമുണ്ട്. തനിക്കൊരു ഭാര്യയുണ്ട് എഹെസ്കേലിന്. ആ ഭാര്യ മരിച്ചുപോയി കേട്ടോ. ആ മരിച്ചുപോയ ഭാര്യ അടക്ക ശുശ്രൂഷ നടത്തിയിരിക്കുന്ന മണ്ണിലാ ഇപ്പൊ എഹെസ്കേൽ നിൽക്കുന്നേ. പക്ഷെ അടുത്ത വാക്യം ബൈബിളിൽ എഴുതി വെക്കുക, എഹെസ്കേൽ അവിടെ നിൽക്കുമ്പോ സ്വർഗം തനിക്ക് വേണ്ടി തുറക്കാൻ തുടങ്ങി, താൻ ദിവ്യ ദർശനങ്ങളെ കാണാൻ തുടങ്ങി. ഇന്ന് രാത്രി എത്ര ഡിപ്രഷൻ വാഴുന്ന സ്ഥലത്താ നീ നിൽക്കുന്നെങ്കിലും, എത്ര വേർപാടിന്റെ ദുഃഖം അലട്ടുന്ന മണ്ണിലാ നീ നിൽക്കുന്നെങ്കിലും, നിനക്ക് വേണ്ടി സ്വർഗം ഒന്ന് തുറന്നു കിട്ടാനേ ഉള്ളൂ പാട്. അത് തുറന്നു കിട്ടിയാൽ ചരിത്രം മാറും, ദേശത്തിന്റെ സ്ഥിതി മാറും. വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തിനകത്ത് വാഴുന്ന സകല അപശ്രുതികളെയും എന്റെ ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിനകത്തൊരു സ്ഥലം കൂടെ പറയട്ടെ, പാർപ്പോക്കെ അല്ലാത്തൊരു സ്ഥലം കൂടെ പറയട്ടെ. യോപ്പ ഒന്ന് പറഞ്ഞേ. ആ സ്ഥലം എവിടെ? എവിടെ കേട്ടു? എവിടെ ആ സ്ഥലം? എവിടെ നമ്മൾ കേട്ടിട്ടുള്ളത്? എവിടെ ആന്റിമാരെ കേട്ടിട്ടുള്ളത്? യോപ്പ. അയ്യോ, തലയൊക്കെ വല്ലാതെ. ആ പത്രോസ് വെളിപ്പാട് കണ്ട സ്ഥലം, അവിടെ അല്ലേ നമ്മളത് വായിക്കുന്നേ. പക്ഷെ അതിനേക്കാൾ മുമ്പ് പഴയ നിയമത്തിൽ ആ സ്ഥലമുണ്ട്. അതെവിടെ അറിയാമോ? യോന എന്ന് പറയുന്ന ഒരു ചെറുക്കനുണ്ട്. ആ ചെറുക്കനോട് തമ്പുരാൻ പറഞ്ഞിടാ, അടുത്ത മാസം ഫ്രീ ഉണ്ടോ? ഫ്രീ ഉണ്ട് കർത്താവേ. ഒരു യോഗമുണ്ട്. എവിടാ? അത് നിനവേ എന്ന് പറയുന്ന പട്ടണത്തില. പോയി മാനസാന്തരത്തിന്റെ ദൂത് പ്രസംഗിക്കണം. യോപ്പ ഓടിപ്പോയി. അവിടെ ബൈബിളിൽ കിടക്കുന്ന വാക്ക്, അവൻ തർശീശിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. ദൈവം പറഞ്ഞ എവിടാ? നിനവ. ആ മനുഷ്യൻ പോകാൻ ആഗ്രഹിച്ചത് തർശീശ്. തർശീശിലോട്ട് പോകണമെങ്കിൽ യോനയ്ക്ക് ടിക്കറ്റ് എടുക്കണം, കപ്പലിൽ കയറണം. ഈ കപ്പലും ടിക്കറ്റും ഉള്ള സ്ഥലം എവിടാന്നറിയാമോ? യോപ്പ. എവിടാ? അപ്പൊ ആരോ തപ്പുന്നു. മോളെ നോക്കിയോ? കിട്ടിയോ? യോപ്പ എന്ന് പറയുന്ന സ്ഥലം കിട്ടിയോ സിസ്റ്ററെ? ഇല്ല. 1-ാം അധ്യായം എടുക്കാമോ? 3-ാമത്തെ വാക്യം വയ്യാമോ? എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടി പോകേണ്ടതിന് പുറപ്പെട്ട് യോഫയിലേക്ക് ചെന്നു. എവിടെ? അയ്യോ, പാസ്റ്റർക്ക് തെറ്റിപ്പോയി പാസ്റ്ററെ. എവിടെ? അങ്ങനെ എന്തോ സ്ഥലത്തിന് വരുന്നു. യോഫയിലേക്ക് ചെന്നു. യോഫെ അങ്ങനാണോ സിസ്റ്റർ ബൈബിളിൽ കിടക്കുന്നത്? പറഞ്ഞോ, വായിച്ചോ, കുഴപ്പമൊന്നുമില്ല. യാഫോവിലേക്ക് ചെന്നു. യാഫോ എന്നാണോ സിസ്റ്റർ ബൈബിളിൽ? എങ്ങനെയാണോ കിടക്കുന്നത്? യാഫോവിലേക്ക്. അയ്യോ, അപ്പൊ പാസ്റ്റർക്ക് തെറ്റിപ്പോയി പാസ്റ്ററെ. പാസ്റ്റർ പ്രസംഗിച്ചത് യോപ്പെ പോയെന്നാ. ഈ യാഹോവ് തന്നെ യോപ്പ. ഒരു സ്തോത്രം പറഞ്ഞേ. അത്ര കിട്ടി. സ്തോത്രം. അച്ഛൻ ഓടിപ്പോകാൻ ആഗ്രഹിച്ച സ്ഥലം തർശീശ്, ദൈവം പറഞ്ഞ സ്ഥലം നിനവേ. പക്ഷേ ഈ തർശീശിലോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം, കപ്പലിൽ കയറണം. ആ കപ്പൽ എവിടുന്നേ ഉള്ളൂ? യോപ്പയിന്ന്. അപ്പൊ യോപ്പ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മറഞ്ഞവന്റെ പരാജയം കണ്ട മണ്ണ. സ്തോത്രം. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഓടി ഒളിച്ചവനെ ഹൈഡ് ചെയ്ത് പിടിച്ച സ്ഥലമാ യോപ്പ. പക്ഷെ അതേ സ്ഥലത്താ നിയോഗമുള്ളവൻ ദൈവത്തിന്റെ സ്വർഗീയ വാതിൽ തുറന്ന് ദർശനങ്ങൾ കാണുന്ന മണ്ണായി പത്രോസിനെ സ്വർഗം മാറ്റിയത്. ഇന്ന് രാത്രിയിൽ സ്ഥലത്തിന്റെ ചരിത്രം ഒന്നും ദൈവത്തിന് അറിയണ്ട. ആരുടെയൊക്കെ പരാജയം കണ്ട സ്ഥലത്തിൽ നിനക്കൊരു വെളിപ്പാട് തരാൻ ദൈവത്തിന് നിയോഗമുണ്ടെങ്കിൽ കർത്താവ് അത് തരൂന്നാ ഞാൻ ഈ പറയുന്നത്. പഴയ നിയമത്തിനകത്ത് തോറ്റോടിയവന്റെ സ്ഥലമായിട്ട് ഇനി ആ സ്ഥലം അറിയപ്പെടാ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. പകരം ആ സ്ഥലത്തിനകത്ത് നീ ചില ദൈവ പ്രവൃത്തി കാണുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഹല്ലേലൂയ. ഇനി നിങ്ങൾ കേൾക്കണേ. ഈ നമ്മൾ വായിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് ഇവന്റെ പാർപ്പ് ശരിയല്ല. ഇനി രണ്ടാമത്തെ ഇവന്റെ മേൽ ദൈവപ്രവൃത്തി നടക്കുന്നതിന് തടസ്സം, ഇവന്റെ വീട്ടിൽ ഒത്തിരി പേരുണ്ട്, പക്ഷെ സത്യത്തിൽ ഇവൻ ഒറ്റയ്ക്ക. ആണോ? ഇവന്റെ പപ്പയുടെ മമ്മിയുടെ പേരൊക്കെ ബൈബിളിനകത്തുണ്ടോ? ഇല്ല. ഈ ഭൂതം ബാധിച്ച് ഇവന്റെ പപ്പയുടെ മമ്മിയുടെ പേരുണ്ടോ? ഇവന്റെ ഒരു വീടുണ്ടോ? ഉണ്ട്, വീടുണ്ട്. അത് നമുക്ക് തെളിയിക്കാം. വീടുണ്ട്, പക്ഷെ ഈ വീട്ടുകാരുടെ അഡ്രസ് ഒന്നും. അപ്പൊ ഇവന് എല്ലാവരും ഉണ്ടെങ്കിലും ഇവൻ ഏകനാ. സ്വാഭാവികമായും അത് ദൈവപ്രവൃത്തി നടക്കുന്നതിന് തടസ്സമാ. നമ്മൾ പറയും പാസ്റ്ററേ, ഒരാളെങ്കിലും സഹായത്തിന്, ഒരാളെങ്കിലും പുതിയ നിയമത്തിൽ ഒരുത്തൻ അങ്ങനെ പറഞ്ഞല്ലോ. കർത്താവ് പറഞ്ഞാൽ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? കർത്താവ് പറഞ്ഞ ഉണ്ട് കർത്താവേ, പക്ഷെ ഈ കുളമൊക്കെ കലങ്ങുമ്പോ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ, ഹെൽപ്പ് ചെയ്യാൻ ഒരാളെങ്കിലും വേണ്ട. നീ മാനുഷിക രീതി നോക്കുമ്പോൾ നിനക്ക് ആരും ഇല്ല, പക്ഷെ നിന്റെ പുറകിൽ ചിലതുണ്ട്.
മാനുഷിക രീതി നോക്കുമ്പോൾ നിനക്ക് കാര്യമില്ല. പക്ഷെ നീ ഒറ്റയ്ക്കല്ലെന്നാ ഞാൻ ഈ പറയുന്നേ. നിന്റെ പിറകിൽ ദൂത സഞ്ചയമുണ്ട്, നിന്റെ പിറകിൽ വാഗ്ദത്തങ്ങളുണ്ട്, നിന്റെ പിറകിൽ വചനമുണ്ട്. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം അഭിഷക്തന്മാരുണ്ട്. ഞങ്ങൾ ഈ ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ, ഞാൻ മനസ്സ് തുറന്ന് പ്രസംഗിക്കുക ഇന്ന് രാത്രി. ഞങ്ങൾ ഈ ചില സ്ഥലങ്ങളൊക്കെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ പറയും, അർജുൻ സാറിന്റെ മോനാണോ? അതെ, എന്റെ മക്കളെ ഭയങ്കര സന്തോഷമാണ്. ചില അപ്പച്ചന്മാര് പറയുന്നത് ഭയങ്കര സന്തോഷം. എന്നാ, വർഷങ്ങൾക്ക് പിറകെ ഞങ്ങൾ ഓടനാവട്ടത്ത് താമസിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ ഹിന്ദുക്കളാ മക്കളെ? ഞാൻ പറഞ്ഞ ഞങ്ങൾ ഹിന്ദുക്കളാ. അന്ന് നിങ്ങളുടെ പേരൊക്കെ ഞങ്ങൾ ലിസ്റ്റിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നിങ്ങളൊന്ന് രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് വിടുവിക്കപ്പെട്ടായിരുന്നെങ്കിൽ. സത്യത്തിൽ നമ്മൾ ഒറ്റയ്ക്കാന്ന് ചിന്തിച്ചാലും ഒറ്റയ്ക്കല്ല. നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ഒത്തിരി എണ്ണം ഉണ്ട്. നമ്മുടെ പേര് പറഞ്ഞ് ഉപവസിക്കുന്ന കുറെ പേരുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് ശബ്ദമുയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആംസ്റ്റർഡാം എന്ന് പറയുന്ന ഒരു രാജ്യത്തിലായിരുന്നു. ഈ രാജ്യത്തിൽ ഞാൻ മീറ്റിങ്ങിന് പോയപ്പം അവിടെ ഒരു സഭയുണ്ട്. അവിടെ ഇന്ത്യൻ സഭ എന്നറിയപ്പെടുന്ന ഒരൊറ്റ സഭയുള്ളൂ. ഈ സാക്ഷ്യം കേൾക്കണേ. ഇന്ത്യൻ സഭ എന്ന് പറയുന്ന ഒറ്റ സഭയുള്ളൂ. ഇന്ത്യൻ സഭ, മലയാളി സഭയല്ല. ഇന്ത്യയെ പ്രതികരിച്ച് ആ നാട്ടിൽ ഒറ്റ പാസ്റ്റേ ഉള്ളെന്ന് ഒരു സഹോദരൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആഗ്രഹം തോന്നിയില്ല ഒന്ന് പോകണമെന്ന്. പൊക്കോ, ഇഷ്ടം പോലെ കൊയ്ത്തുള്ള സ്ഥലമാ. ഇന്ത്യയെ പ്രതികരിച്ച് ഒരൊറ്റ പാസ്റ്റേ അവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ആഫ്രിക്കൻസിന്റെ സഭയും നൈജീരിയക്കാർ അങ്ങനെയുള്ള സഭകളാണ് കൂടുതലും. ഇന്ത്യ പ്രതികരിച്ച് അതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ നമ്മളെ കേരള സ്വർഗമാണ് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ കൂടുപോലെ സഭയാ. ഒരു സഹോദരൻ പറഞ്ഞേ അവിടെ ഒറ്റ സഭയുള്ളൂ. ഇന്ത്യ പ്രതികരിച്ച് ഒരൊറ്റ പാസ്റ്റേ ഉള്ളൂ. അപ്പൊ ഈ പാസ്റ്റർ എന്നോട് ഒരു സാക്ഷ്യം പറയാം. അഭിമന്യു പാസ്റ്ററേ, ഞാൻ ഭയങ്കര സങ്കടമാണ് പാസ്റ്റർ. എനിക്ക് ഈ ആംസ്റ്റർഡാം എന്ന് പറയുന്ന രാജ്യത്ത് ഞാൻ ഒരാളെ ഉള്ളത് പലപ്പോഴും ഞാൻ ദൈവത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എനിക്ക് വിട്ടുപോയാൽ മതി, ഞാൻ ഒറ്റ ഒരാളെ ഉള്ളൂ എന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് പരാതി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴേ പാസ്റ്ററെ ഞാനൊരു വീഡിയോ കാണുക. ഇനി ആ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. നാട്ടിൽ നിന്ന് നമ്മുടെ ഫിന്നി സ്റ്റീഫൻ പാസ്റ്ററും, പേരെടുത്ത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പാസ്റ്ററെ? ഇല്ല, ഓക്കെ. നമ്മുടെ ഫിന്നി സ്റ്റീഫൻ പാസ്റ്ററും ആ ടീമുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് അഭിഷക്തന്മാര് യൂറോപ്പിലേക്ക് ഒരു മിഷൻ ട്രിപ്പ് പ്ലാൻ ചെയ്തു. യൂറോപ്പിലേക്ക്. അപ്പം ഇവർക്കെല്ലാം വിസ കിട്ടി, എല്ലാവർക്കും എല്ലാം അറേഞ്ച്ഡായി. പക്ഷേ കൂടെ നിൽക്കുന്ന സകല ദൈവദാസന്മാർക്കും പ്രത്യേക ചില കാരണത്താൽ ഓൺ ടൈമിൽ പോകാൻ പറ്റിയില്ല. ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർക്ക് മാത്രമേ പിന്നെ പോകാനുള്ള ക്രമീകരണമുള്ളൂ. അപ്പൊ കൂടെ ഉള്ളവർക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ മനസ്സുകൊണ്ട് മടിച്ചു. എങ്കിൽ പോലും അദ്ദേഹം ചിന്തിച്ചു, ആദ്യമായിട്ട് യൂറോപ്പിലേക്കുള്ള വഴി തുറന്നല്ലേ, ക്യാൻസൽ ചെയ്യേണ്ടെന്ന് ചിന്തിച്ചു. അദ്ദേഹം പോയി, അവിടെ ചെന്നു. അപ്പൊ മിഷൻ ട്രിപ്പാ, പ്രസംഗവും പ്രാർത്ഥനയും ഉപവാസം ഒന്നുമല്ല, മിഷൻ ട്രിപ്പാണ്. റൈറ്റ്. അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹത്തിന്റെ ഒരു കസിൻ ബ്രദറിന്റെ കൂടെ താമസിക്കുകയാണ്. ഒരു ദിവസം വൈകിട്ട് ഈ യൂറോപ്പിലെ സ്ട്രീറ്റിലൂടെ അദ്ദേഹം ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു വിദേശി നിന്ന് പരസ്യയോഗം നടത്തുക എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പരസ്യയോഗം ഇല്ലേ, അതുപോലെ ചെറിയ സ്ട്രേഞ്ചർ ഈ ബൈക്ക് ഉപയോഗിച്ച് പുള്ളി പരസ്യയോഗം നടത്തുക. അപ്പൊ ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ അവിടെ ചെന്നിട്ട് ആ വിദേശിയോട് ചോദിച്ചു, ആ സായിപ്പിനോട് ചോദിച്ചു, 10 മിനിറ്റത്തേക്ക് നിന്റെ കയ്യിൽ മൈക്ക് എനിക്കൊന്ന് തരാമോ എന്ന് ചോദിച്ചു. പുള്ളി സന്തോഷത്തോട് കൊടുത്തു. ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ മലയാളത്തിൽ പ്രസംഗിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. കൂടെയുള്ള ദൈവദാസൻ കസിൻ ബ്രദർ ട്രാൻസ്ലേറ്റ് ചെയ്തു. ഇത് ഈ സമയത്ത് ഇവർ ഫോണിനകത്ത് വീഡിയോ എടുത്തു. ആ വീഡിയോ ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർക്ക് നാട്ടിലുള്ള എഡിറ്റ് ചെയ്യുന്ന ഒരു പയ്യന്റെ കയ്യിൽ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞുടാ, നീ ഇത് എഡിറ്റ് ചെയ്ത് എനിക്ക് റിട്ടേൺ അയക്കണം, സോഷ്യൽ മീഡിയയിലൊന്നും ഇടരുത്. പക്ഷെ ഇവൻ ഭയങ്കര അനുസരണമുള്ള ചെറുക്കനായതുകൊണ്ട് ഇവൻ എഡിറ്റ് ചെയ്ത് തിരിച്ചു കൊടുത്തു. കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഇട്ടു. സ്തോത്രം. അങ്ങനെ കുറെ എണ്ണം ഉണ്ടച്ചാ നമ്മൾ പറഞ്ഞാൽ അതുപോലെ എന്ത് ചെയ്യുന്നേ, കേൾക്കുന്നേ, ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോന്നേ. ഇവര് സന്തോഷം കൊണ്ടാ കേട്ടോ, സന്തോഷം കൊണ്ട്. കാരണം ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ യൂറോപ്പിൽ പരസ്യം നടത്തിയില്ല, സന്തോഷം കൊണ്ട് ഇട്ടു. എന്ത് പാട്ടെ, പെട്ടെന്ന് ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്തപ്പോൾ പുള്ളിയുടെ വീഡിയോ കണ്ടു. പുള്ളി അവനിങ്ങനെ ഇട്ടതാണ്. പുള്ളി പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടാ, നിന്നോടല്ലോടാ പറഞ്ഞത് നീ വീഡിയോ ഇടല്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, സോഷ്യൽ ഇപ്പൊ നീ ഇടണ്ട, വെയിറ്റ് ചെയ്യ്, ഒരു സമയമുണ്ട്, ഇപ്പൊ നീ ഇടണ്ട, അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞു. ഇവൻ പേടിച്ച് പെട്ടെന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്തു. 10 മിനിറ്റ് സോഷ്യൽ മീഡിയ വീഡിയോ കിടന്നോളൂ കേട്ടോ, സ്തോത്രം. പക്ഷേ ഈ 10 മിനിറ്റ് കൊണ്ട് ആംസ്റ്റർഡാമിലെ ഈ പാസ്റ്റർ എന്ത് ചെയ്തു, ഇത് കണ്ടു. സ്തോത്രം. പെട്ടെന്ന് പുള്ളി സോഷ്യൽ മീഡിയ ഉണക്കിയപ്പോൾ ഫിന്നി സ്റ്റീഫൻ പാസ്റ്ററിന്റെ വീഡിയോ കണ്ടു. 10 മിനിറ്റ് കൊണ്ട് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. പെട്ടെന്ന് പുള്ളി എന്തിച്ചേ, ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടോ, എന്തൊരു സന്തോഷം, സ്തോത്രം. പുള്ളി പെട്ടെന്ന് ഫിന്നി സ്റ്റീഫൻ പാസ്റ്ററെ വിളിച്ചു. ഇവർ നമ്മെ അറിയാവുന്നവരാ. പാസ്റ്റർ ദൈവദാസൻ എവിടെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആംസ്റ്റർഡാമിലോട്ട്. എന്റെ പാസ്റ്റർ, ഞാൻ ഇവിടുത്തെ ഒരു ചർച്ചിന്റെ പാസ്റ്റർ ഇവിടെ തന്നെ എന്നെ വിളിക്കുക. അയ്യോ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പാസ്റ്റർ ഇന്ന് വൈകിട്ട് എന്നാ പരിപാടി? ഇന്ന് വൈകിട്ട് ഒരു സൂ മീറ്റിംഗ് ഉണ്ട്, വേറെ പരിപാടിയൊന്നുമില്ല. പാസ്റ്റർ പെട്ടി കിടക്കായിട്ടൊക്കെ ഇങ്ങ് വീട്ടിലോട്ട് പോര്, നമുക്ക് ഇവിടെ താമസിക്കാം, പോകുന്നവരെ ഇവിടെ താമസിക്കാം. അങ്ങനെ ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ടുചെന്നു. വൈകിട്ട് സൂ മീറ്റിംഗാ. അത് ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ നടത്തുന്ന സൂ മീറ്റിംഗാ. ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി വെച്ചു. കൂടെയുള്ള ആംസ്റ്റർഡാമിലെ പാസ്റ്ററും കൂടെ ഇരുന്നു. ഇനി ആ പാസ്റ്റർ പറഞ്ഞ സാക്ഷ്യമാണേ, എന്റെ ദൈവദാസനെ. ലാപ്ടോപ്പ് ഓപ്പൺ ആക്കി ഒരു 10-200 ഡിവൈസിനകത്ത് ആൾക്കാരിരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം.
കഴിഞ്ഞ 6 വർഷമായിട്ട് ഫിന്നി സ്റ്റീഫൻ പാസ്റ്റർ ഈ സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങാതെ 6 വർഷമായിട്ട് ഈ സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഇനി ഈ സൂം മീറ്റിംഗ് എന്തിനാന്ന് കേൾക്കണം. ഈ സൂം മീറ്റിംഗ് യൂറോപ്പിന്റെ വിടുതലിന് വേണ്ടിയിട്ടാ. ഒരു സ്വോത്രം പറഞ്ഞേ, സ്വോത്രം. ആ മനുഷ്യൻ എന്നോട് കണ്ണുനീരോടെ പറയുക, എന്റെ പാസ്റ്ററെ ചങ്ക് കീറിപ്പോയി. ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഈ ആംസ്റ്റർഡാമിൽ നിൽക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ദൈവം പറഞ്ഞു, കണ്ടോടാ 10-250 എണ്ണം എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങാതെ കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നീ പോലും അറിയാതെ നിന്റെ പുറകിൽ ചിലതുണ്ടെന്നാ ഞാൻ ഈ പറയുന്നേ. ആരോ പറയുന്നു ഞാൻ ഒറ്റയ്ക്കാ പാസ്റ്റർ, ഞാൻ ഒറ്റയ്ക്കിരുന്ന. ദൈവത്തിന് അതൊരു വിഷയമല്ല. നിന്റെ പുറകിൽ നിന്റെ വിടുതൽ കൊതിക്കുന്ന ചിലരുണ്ട്. നിന്റെ മേലൊരു ദൈവപ്രവൃത്തി നടക്കാൻ ആഗ്രഹിക്കുന്ന ചിലതുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിലോട് എത്ര പേര് പറയും, പാർപ്പ് ദൈവത്തിനൊരു വിഷയമല്ല, ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ദൈവത്തിനൊരു വിഷയമേ അല്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി ശക്തിയോടെ പറഞ്ഞേ കേൾക്കണം. അടുത്ത ദൂതും കൂടെ കേട്ടേച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. റൈറ്റ്. ഇവൻ ഒന്ന് പാർപ്പ് ശരിയല്ല, 2 ഇവൻ ഏകനാണ്. അത് 2 പിന്നെ ദൈവപ്രവൃത്തി നടക്കുന്നതിന് ഭയങ്കര തടസ്സമാണ്. പക്ഷേ യേശു കർത്താവ് ഈ വിഷയത്തിനകത്തൊരു ദൈവകരം ചലിപ്പിക്കുക. 3-മത്തൊരു തടസ്സം കേൾക്കണം. 3-മത്തെ തടസ്സം, ഇവൻ ശരീരത്തെ ദണ്ണിപ്പിക്കും. എന്തോ ചെയ്യും? ശരീരത്തെ ദണ്ണിപ്പിക്കും. ഇങ്ങ് വന്നേ, ഓടിവാ, കയറി വരാമോ? ഈ ഒരു പദം പറയാതെ പോയി കഴിഞ്ഞാൽ ഈ മെസ്സേജിന് ഒരു പൂർണ്ണത വരത്തില്ല. ഇവന്റെ ശരീരം എന്തുവാന്നറിയാവോ? ഇവന്റെ ശരീരം ഇട്. നമ്മുടെ ശരീരം എന്തുവാ? ബൈബിളിലെ വാക്യം അനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മന്ദിരമാകുന്ന ശരീരത്തെ നശിപ്പിക്കുന്നവനെ ആര് തട്ടിക്കളയും? അല്ലെ നശിപ്പിക്കും? ദൈവം നശിപ്പിക്കും. സ്വാഭാവിക ബൈബിളിക്കൽ ടൂണാ, ബൈബിളിന്റെ വ്യവസ്ഥയത്. ഇവന്റെ ശരീരം ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങേണ്ട സ്ഥലമാണ്. ആ ശരീരത്തിലെ ആര് കയറിയിരിക്കുന്നേ? ഭൂതം. കേറുമ്പോ ഒരു കാര്യം ചെയ്യും, കല്ലെടുത്ത് ഇവന്റെ ശരീരത്തെ എല്ലാം ഇവൻ ചതയ്ക്കും, ദണ്ണിപ്പിക്കും. ഭയങ്കര പ്രശ്നമാണ്. ഇവന് വേദന അറിയാൻ പറ്റുന്നുണ്ട്. അതൊന്നും എനിക്കറിയാൻ വയ്യ. പക്ഷേ ദൈവത്തിന് ഇത് ഭയങ്കര ഭാരമാ. നിന്റെ മന്ദിരം ദൈവത്തിന്റെ ആലയമാ. നശിപ്പിക്കല് കേട്ടോ, നശിപ്പിക്കല്. ഒരു ലഹരി വസ്തു കൊണ്ട്, ഒരു കൺമോഹം കൊണ്ട്, ഒരു ചെടമോഹം കൊണ്ട്, ഒരു ജീവനത്തിന്റെ പ്രതാപം കൊണ്ട്, ഒരു ദൈവഹിതമില്ലാത്ത വാക്ക് വായിലൂടെ നശിപ്പിക്കല്ലേ കേട്ടോ, നശിപ്പിക്കല്ലേ. ദൈവഹിതമില്ലാതെ ഒരാളെ സ്പർശിച്ചുകൊണ്ട് നശിപ്പിക്കല്ലേ കേട്ടോ. തുടരുത്. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. സ്തോത്രം. എന്തോ ഈ ദൂത് ഇങ്ങനെ തിരിക്കുന്നതെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഇതിനകത്തിരിക്കുന്നവരെല്ലാം ഓക്കെയാ, ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിക്കുക. ഒത്തിരി ചെറുപ്പക്കാർ ഇതിനകത്തുണ്ടല്ലോ. മക്കളെ, ആയിരക്കണക്കിന് ലോക്കുള്ള നിന്റെ മൊബൈൽ ഫോണിന്റെ ലോക്ക് അഴിച്ച് നിന്റെ കണ്ണ് കൊണ്ട് നീ അതിനകത്ത് പലതും കണ്ടുകൊണ്ട് നിന്റെ ശരീരത്തെ നശിപ്പിക്കരുത് കേട്ടോ. നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാ. സാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലത്തെ നീ നശിപ്പിക്കരുത്. ഇവന്റെ മേൽ ദൈവപ്രവൃത്തി നടക്കുന്നതിന്റെ 3-മത്തെ തടസ്സം, ഇവന്റെ ശരീരത്തെ ഇവൻ നശിപ്പിക്കും. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാമത്തെ അധ്യായമാണോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 22-ാമത്തെ അധ്യായം. റൈറ്റ്, അതെ, 21-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 21 അധ്യായം. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരേണം. സംഭവം എത്രയുള്ള മാമേ? ഒരു രാജാവ് എന്നിട്ട് ഒരു നാബോത്തിനോട് പറയാ, മുന്തിരിത്തോട്ടം എനിക്ക് തരാവോ ചീരത്തോട്ടം ആക്കാൻ? അവൻ പറഞ്ഞു, കൊടുക്കാൻ പറ്റുകയില്ല. അടുത്ത വാക്യം, അതെന്റെ അരമനയ്ക്ക് സമീപമല്ലോ, അതിന് പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം. ജഡീക മോഹം ശരീരത്തിനകത്ത് കയറി, മനസ്സിൽ കയറി ഒരു ജഡമോഹം. എനിക്കത് കിട്ടിയാൽ കൊള്ളാലോ. അടുത്ത വാക്യം, അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാമെന്ന് പറഞ്ഞു. അടുത്തത്, നാബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം. ഞാൻ രാജാവേ ഒന്നും തോന്നല്ലേ രാജാവേ, എന്താ നിനക്ക് ഒരു മോഹം, അഭിലാഷമാ. നിന്റെ ജഡീക മോഹത്തിന്റെ ഒരു അഭിലാഷത്തിന്റെ സൈന നീ ഇപ്പൊ പറയുന്ന കാര്യം. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത് എന്റെ പിതാവിന്റെ അവകാശമാണ്, തരാൻ പറ്റത്തില്ല. അടുത്ത വാക്യം, നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. അടുത്തത്, ഇസ്രായേലിനായ നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട്. ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിലിന്മേൽ മുഖം തിരിച്ചു കിടന്നു. എന്നെ നോക്ക് കുഞ്ഞുങ്ങളെ, ചെറുപ്പക്കാരൊക്കെ കേൾക്കണേ. അപ്പൊ എനിക്ക് ആ ബൈക്ക് വേണം മകളെ, നമുക്കത് വേണ്ട. ഇപ്പൊ നിനക്ക് പ്രായമായില്ല, എന്നാ ഇനി ആ ബൈക്ക് മേടിച്ചു തരാതെ ഞാൻ ഈ വീട്ടിൽ നിന്നൊന്നും ചെയ്യുന്നില്ല. അപ്പൊ എനിക്കിപ്പോ iPhone
ഇപ്പൊ ഏതാ ഇറങ്ങിയ 16 17 17 എന്നെ എന്തോ ഈ പ്രത്യേകത എന്തുവാ? 16 7 മാറി. എന്തോ പ്രത്യേകത? ഒരു പ്രത്യേകതയില്ല. ഒരു ക്യാമറ എടുത്ത് ഇപ്പുറത്തോട്ട് വെച്ചു. പക്ഷെ നമുക്കത് വേണം. അപ്പൊ പറയും, മകളെ നമ്മുടെ ഈ അത്രയും പൈസ ഇല്ല, ഇനി ആ ഫോൺ കിട്ടാതെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം എന്ത് ചെയ്യല, കുടിക്കല. അതേ ക്യാരക്ടറാ. അവൻ തിന്നാതെയും കുടിക്കാതെയും. അവൻ ഈ ചെയ്യുമ്പോ അവൻ എന്നാ ചിന്തിച്ചതറിയാമോ? അവന്റെ ചെടീക മോഹത്തെ നിറവേറ്റാൻ അവന്റെ ശരീരത്തെ അവൻ ദണ്ണിപ്പിക്കുക. തമ്പുരാൻ ഇഷ്ടപ്പെടുവോ? നിങ്ങൾ മനസ്സുകൊണ്ട് പറ, ഇഷ്ടപ്പെടുവോ? ഇല്ല. നീ വാശി കാണിച്ചോ, നീ എത്ര വേണേലും വാശി കാണിച്ചോ, പക്ഷെ ശരീരത്തെ എഫക്ട് ചെയ്യരുത്. കിട്ടുന്നുണ്ടോ? അവന്റെ ശരീരം അവൻ പട്ടിണിക്കിടുക, ആ മോഹം ഒന്ന് കാണാൻ. പെട്ടെന്നേ പുള്ളിയുടെ വൈഫ് വന്നിട്ട് ചോദിച്ചു, എന്നാച്ചാ ഒരു സങ്കടം? എന്തൊരു സങ്കടം? ഒരു സങ്കടമില്ല. എന്നാ സങ്കടം? അപ്പൊ അവ ഇങ്ങനെ കൊച്ചു കുഞ്ഞു കരഞ്ഞോള്. ഞാൻ നാബോത്തിന്റെ അടുത്ത് ചെന്നു, ഞാൻ ചോദിച്ചു. അവൻ പറഞ്ഞു, അച്ഛാടി ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. ഇനി എനിക്ക് വീട്ടിൽ നിന്ന് ആഹാരം എന്ത് ചെയ്യണ്ട. അപ്പം തന്ത്രക്കാരി പറഞ്ഞേ, അച്ഛാ ഇത്രയേ ഉള്ളൂ, നിസ്സാരമല്ലേ സംഭവം, നിസ്സാരമല്ലേ. അച്ഛനും പുള്ളിയുടെ മുന്തിരിത്തോട്ടം വേണം, അത്രയല്ലേ ഉള്ളൂ. അച്ഛൻ പോയി കൈ കഴുകി ഫുഡ് ഭക്ഷണത്തിനിരുന്നു. ചിക്കൻ ബിരിയാണി KFC ആണ്, മൂക്കുമുട്ട തിന്നണം. ഇല്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം കുടിക്കാൻ. അച്ഛൻ ഞാനെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. അച്ഛൻ ഫുഡിന് വേണ്ടി റെഡി ആയിട്ടിരുന്നു. അച്ഛൻ അത് കിട്ടിയിട്ട് കഴിച്ചാൽ മതി. അതുവരെ അവന്റെ ശരീരത്തെ അവൻ ദണ്ഡിപ്പിക്കുക. സ്വന്തം ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, പക്ഷെ ദണ്ഡിപ്പിക്കുക. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഈ ഭാര്യ എന്നിട്ട് ശിങ്കടിമാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അച്ഛനൊരു ആഗ്രഹമുണ്ട്. സംഭവം പുള്ളിക്ക് അപ്പുറത്തെ അവന്റെ നാബോത്തില്ലേ, പുള്ളിയുടെ മുന്തിരിത്തോട്ടം വേണം. ഒരു കാര്യം ചെയ്യും, നമുക്കൊരു ഉപാസമൊക്കെ പ്രസിദ്ധമാക്കാം. മറ്റവനെ പിടിച്ച് ഫ്രണ്ടിലത്തെ നിരയിലോട്ട് നിർത്ത്. അവ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിച്ച് ഒരു പരിപാടി ചെയ്ത് അവനെ അങ്ങ് തട്ടിക്കളയണം. ഒരു സ്വോത്രം പറഞ്ഞു. ആള് ചത്തുപോയി. സ്വോത്രം. നാബോത്ത് എന്ത് ചെയ്തു? മരിച്ചു. മരണവാർത്ത കേട്ടപ്പോ ഭാര്യ വന്നിട്ട് പറഞ്ഞു, അച്ഛാ സന്തോഷമായില്ലയോ? ആയോ? സന്തോഷമായോ? ആള് തട്ടിപ്പോയ അച്ഛാ. ഇനിയിപ്പൊ അച്ഛൻ ചീരത്തോട്ട് വാക്കൂ, പടവലങ്ങ വളർത്തു, എന്തോ വേണേലും ചെയ്തു, തെമ്മീൻ തോപ്പ എന്തോ വേണേലും, ആള് ചത്തുപോയി. സ്തോത്രം. ശരീരത്തെ ദണ്ണിപ്പിച്ച്, ശരീരത്തെ തകർത്ത് ഒരു ചെടീക മോഹത്തെ മേടിച്ചെടുത്ത ആ മനുഷ്യന്റെ ചരിത്രമാധ്യായം. ഇനി കേൾക്കണേ സംഭവം. പ്രവാചകൻ കത്തുന്ന അഭിഷേകത്തോടെ ഇറങ്ങി വന്നു. പ്രവാചകൻ പറഞ്ഞു, നീ എന്നാ പരിപാടി കാണിച്ചേ? ഒരു ചെടീക മോഹത്തെ കിട്ടാൻ, ഒരു ഐഫോൺ മേടിച്ചെടുക്കാൻ, ഒരു ബൈക്ക് മേടിച്ചെടുക്കാൻ, ഒരു ചെടീക സെക്ഷൽ ഇമ്മോറാലിറ്റി എന്ന് പറയുന്ന ശാരീരിക സുഖത്തിന് വേണ്ടി, അല്പനേരത്തെ സുഖത്തിന് വേണ്ടി നിന്റെ ശരീരം നീ തകർത്തോ? അവന്റെ രക്തം വീണ സ്ഥലമില്ലയോ? ആ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തം ഒഴുകും. അവിടെ നായ്ക്കൾ വന്ന് നക്കുകയും ചെയ്യും. സ്തോത്രം. തമ്പുരാൻ പറഞ്ഞ ശബ്ദം കേട്ടോ? ശരീരത്തെ തകർത്തുകൊണ്ട് ചെടീക മോഹത്തെ മേടിച്ചെടുത്ത് നീ അടിവരയിട്ട് കേട്ടോ? നിന്റെ ശരീരം നശിക്കാൻ പോവാടാ. നിന്റെ ശരീരത്തിൽ നായ്ക്കൾ രക്തം നക്കാൻ പോവാ. അച്ഛാ 22-ാം അധ്യായം തീരുന്നതിനേക്കാൾ മുമ്പ് വീട്ടിൽ പോയി ഗൗരവത്തോടെ വായിച്ചോണം. തമ്പുരാൻ പറഞ്ഞ ദൂത ദൈവം മറന്നില്ല. ആ യുദ്ധക്കളത്തിൽ വെച്ചൊരു അമ്പ് കൊണ്ട്, അമ്പ് രാജാവിന്റെ മേൽ കൊണ്ടെന്ന് രഥത്തോട് ചോർന്ന് നിന്ന് പുള്ളി ചത്തുപോയി, മരിച്ചുപോയി. പുള്ളിയുടെ രക്തം ആ രഥത്തിനകത്തെല്ലാം ഇങ്ങനെ ഒഴുകി. യുദ്ധം എല്ലാം തീർന്നപ്പോ, ഈ യുദ്ധം എല്ലാം കഴിഞ്ഞപ്പോ രഥം വരെ കൊണ്ടുപോയി കഴുകിയപ്പോ അതിനകത്ത് പറ്റിയ രക്തം ഒഴുകി ഇറങ്ങി. നായ്ക്കൾ വന്നു നക്കാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് രാത്രി ശരീരം വിശുദ്ധിയുള്ള സ്ഥലമാ. ശരീരം ദണ്ണിപ്പിച്ച് ഒരു ചെടീക മോഹത്തിനു വേണ്ടി നിൽക്കരുത് കേട്ടോ. ശരീരം ദൈവത്തിന്റെ ആലയമാ. അത് ദണ്ണിപ്പിച്ചുകൊണ്ടൊരു ചെടീക അഭിലാഷത്തിനും വേണ്ടി നിൽക്കരുത്. കേർന്ന് കരമൊന്ന് ഉയർത്തി ശക്തിയോടെ പറയാമോ ഹല്ലേലൂയ? കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നുണ്ട് എനിക്കറിയാതെ. സ്വോത്രിച്ച് കുറയും, എന്നാലും സാരമില്ല. ഒരു ഇച്ചിരി നേരത്തെ സുഖത്തിന് വേണ്ടി, ഇച്ചിരി നേരത്തെ സന്തോഷത്തിന് വേണ്ടി നിക്കല്ലേ. ശരീരം ദൈവത്തിന്റെ മന്ദിരമാ. തമ്പുരാൻ ഇഷ്ടമല്ല, അത് ഇഷ്ടമല്ല. എന്തേലും പന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കാവോ? കർത്താവേ, ഇച്ചിരി നേരത്തെ സുഖത്തിന് വേണ്ടി ജഡം ഏൽപ്പിച്ചപ്പ ശരീരം ഏൽപ്പിച്ചു. ഈ ദൂതൊക്കെ കേൾക്കുമ്പോൾ ഞാനങ്ങ് ചിന്തിക്കുക, എന്റെ ശരീരം തകർക്കല്ലേ അപ്പാ, എന്റെ ശരീരത്തിൽ ന്യായവിധി ഏൽപ്പിക്കല്ലേ അപ്പാ. ക്ഷമ ചോദിക്കുന്നെന്ന് പറയാമെങ്കിൽ ആ പാപത്തെ ഇന്ന് രാത്രി തമ്പുരാൻ തന്റെ രക്തം കൊണ്ട് കഴുകാൻ ശക്തനാണ്. എത്ര പേർ കരമൊന്ന് ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് ഹല്ലേലൂയ? താങ്ക് യു മോനെ. കരമുയർത്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇവന്റെ ശരീരം കൊണ്ട് ഇവൻ നശിപ്പിക്കുന്നവനാണ്. ഇതാണ് മൂന്നാമത്തെ തടസ്സം. എന്തുവാകട്ടെ, ഈ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ഒരു കരം ചലിച്ചു. ഇവന്റെ മേലൊരു ദൈവപ്രവൃത്തിയായി. സ്തോത്രം. ദൈവപ്രവൃത്തിയായപ്പോൾ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, അതും കൂടെ പറഞ്ഞ് നമ്മൾ നിർത്താൻ പോവാ. ഇതേ സെയിം സംഭവം ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്തുണ്ട് കേട്ടോ. ആ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ആർക്കെങ്കിലും ആ റെഫറൻസ് അറിയാമോ? ഞാനത് നോട്ട് ചെയ്തിട്ടില്ല. ഈ സംഭവം തന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് 8-ാമത്തെ അധ്യായത്തിലാണോ? ലൂക്കോസ് റൈറ്റ്. അവർ
എല്ലാം വായിക്കണ്ട. 8:26 സംഭവത്തിലെ ഈ സംഭവം തന്നെ വിശദീകരിക്കുന്നത്. ഇതിനകത്ത് അവസാനത്തെ പദം പറഞ്ഞ് നമ്മൾ പേഴ്സണലി പ്രാർത്ഥിക്കാൻ പോവാണ്. സ്തോത്രം. ഇതിനകത്ത് 38 വാക്യം. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ. എല്ലാരും വാക്യം എടുക്കണേ. നമ്മളത് പറഞ്ഞ് സ്തോത്രം പറയാൻ പോവാ. ഇവന്റെ മേലൊരു വലിയ ദൈവസൗഖ്യം നടന്നു. ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഇവന്റെ മേൽ ദൈവസൗഖ്യം നടന്നു കഴിഞ്ഞപ്പോ 38 വാക്യം കിടക്കുക. ഭൂതങ്ങൾ വിട്ടുപോയ ആൾ, ആ ദുരാത്മാവ് ബാധിച്ച മനുഷ്യനല്ലേ, ആ മനുഷ്യൻ അവനോട് കൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു. അതിനവൻ നീ വീട്ടിൽ മടങ്ങിച്ചെന്ന്, യേശു പറയാ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞ് സ്തോത്രം അവനെ അയച്ചു. നീ എല്ലാം പറയണ്ട, നീ എല്ലാം സംസാരിക്കണ്ട, നീ എല്ലാം ഇനി ഓർക്കണ്ട. നിന്റെ മനസ്സിൽ ഒത്തിരി ഓർമ്മയുണ്ട്. പിശാച് നിന്നെ ദണ്ഡിപ്പിച്ചത്, പിശാച് നിന്റെ ശരീരം ചതച്ചത്. ആ ശരീരം ചതച്ചപ്പോ മുറിവില്ലേ, ആ മുറിവെല്ലാം നിന്റെ മനസ്സിൽ ശരീരത്തിനകത്തൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും ഇനി നീ ഓർക്കണ്ട, അതൊന്നും നീ ശ്രദ്ധിക്ക പോലും വേണ്ട. ഇനി ദൈവം നിനക്ക് ചെയ്തത് മാത്രം നീ പറഞ്ഞാ മതി. എന്ന വാക്കല്ലേ മലയാളം ബൈബിളിനകത്ത് കിടക്കുന്ന ബ്യൂട്ടിഫുൾ ടൈം. ഇന്ന് രാത്രി ഞാൻ ആ വാക്യത്തിൽ കരം വെച്ച് ഇതിനകത്തിരിക്കുന്ന ചിലരെ നോക്കി പ്രവചിച്ചു പറയാം. കഴിഞ്ഞ നാളുകൾ നിനക്ക് ഒത്തിരി മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇനി നീ പറയണ്ട, അതെല്ലാം ഇനി നീ ഓർക്കണ്ട. ദൈവം നിനക്ക് ഇന്ന് രാത്രി ചെയ്യുന്നത് മാത്രം നീ പ്രസ്താവിച്ചാ മതി. ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവാ, അത് മാത്രം ഇന്ന് രാത്രി നീ പറഞ്ഞാ മതി. നിന്റെ ശരീരത്തിന്റെ സ്ഥിതി അറിഞ്ഞവൻ, നിന്റെ ശരീരത്തിനകത്തേറ്റ മുറിവുകളെ മനസ്സിലാക്കിയവൻ, ഇന്ന് രാത്രി നാഥന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നത് പറഞ്ഞാൽ എത്ര പേർ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് പറയും, അപ്പാ ഇന്നലകളിൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എനിക്ക് ഒതുക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടപ്പാ, ഇന്നലകളിൽ കഴിഞ്ഞുപോയ ആണ്ടുകളിൽ എനിക്ക് ചിന്തിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടപ്പാ. ദൈവാത്മാവ് ഇന്ന് രാത്രി ആരോടോ പറയുന്നു, എല്ലാം ഇനി നീ ഓർക്കണ്ട, എല്ലാം ഇനി നീ ചിന്തിക്കണ്ട, എല്ലാം ഇനി ഇന്ന് രാത്രി നിന്റെ മനസ്സിൽ നീ കൊണ്ടുവരണ്ട. മനുഷ്യൻ നിന്നെ കരയിപ്പിച്ചത്, മനുഷ്യൻ നിന്നെ അസഹ്യപ്പെടുത്തിയത്, മറ്റുള്ളവർ നിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചത്, ദൈവം പറഞ്ഞു അതൊന്നും ഇനി ഓർക്കണ്ട. ദൈവം നിനക്ക് ചെയ്തത് മാത്രം നീ പ്രസ്താവിച്ചാൽ മതി.